ഒന്നാം പിണറായി സർക്കാർ പൂർത്തിയാക്കി, ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി മോഹം അട്ടത്താക്കി. രണ്ടാം പിണറായി സർക്കാർ എന്ന കോൺഗ്രസ് തകർച്ചയ്ക്ക് ശേഷം വി.ഡി. സതീശൻ നേതാവായ പ്രതിപക്ഷം തൊട്ടു പിറ്റേന്നാൾ മുതൽ രാഷ്ട്രീയ കൊടുങ്കാറ്റായതും ആ കൊടുങ്കാറ്റ് പഞ്ചവർഷങ്ങൾ വീശിയതും ആ കൊടുങ്കാറ്റിൽ പാർട്ടിക്കോട്ടകൾ അടപടലം ആഞ്ഞു വീണതും കണ്ടതാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വി.ഡി. സതീശൻ സർക്കാർ അധികാരമേറ്റ് 2 മാസം പൂർത്തിയാക്കൽ, പ്രതിപക്ഷത്ത് പറഞ്ഞ നയത്തിൽ ചില മാറ്റങ്ങൾ, യു-ടേണുകൾ, വിവാദങ്ങൾ, KSRTC സൗജന്യ യാത്രയിലെ ചരിത്ര തീരുമാനം, പോസിറ്റീവ് നെഗറ്റീവ് മിക്സിൽ എന്തായാലും പോയ മാസങ്ങൾ കണ്ടത് ഒരു പതിറ്റാണ്ടിന് ശേഷമെന്ന UDF സർക്കാരിന്റെ പെർഫെക്റ്റ് ടേക്ക് ഓഫ് ആണ്. അധികാരത്തിന്റെ വർഷങ്ങളിൽ വിയോജിപ്പിന്റെ സമരങ്ങൾക്ക് ചാപ്പയടി, അരാഷ്ട്രീയ വെറുപ്പെങ്കിലും സമരപ്പാർട്ടി അധികാരം വിട്ടാൽ അടിസ്ഥാന രാഷ്ട്രീയം തിരിച്ചുപിടിക്കും, തെരുവുകൾ നിറയും എന്ന് കരുതിയവർക്ക് നിരാശയാണ്. പ്രതിപക്ഷ മൂഡിൽ നിന്ന് മാറാതെ അഗ്രസീവായി നിൽക്കുന്ന വീഡിയോട് നീർക്കുനീറ സഭാതലത്തിൽ ചോദ്യങ്ങൾ ചോദിക്കാനാവാത്ത, സഭയ്ക്ക് പുറത്തൊരു ഐക്യസമരം പോലും സാധ്യമാകാത്ത ഏതോ മാന്യപാതയിൽ വീര്യം കിട്ടുനിൽപ്പാണ് വിജയന്റെ പ്രതിപക്ഷം. ആ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്തവണ്ണം ജനത്തിന്റെ ജനായത്ത പ്രഹരത്തിൽ അതേ ജനങ്ങളിലേക്ക് സമസ്താപരാധം പറഞ്ഞ് ആഞ്ഞു നിറയേണ്ട സമയത്താണ് ഞങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തായോ. LDF-ലെ രണ്ടാം കക്ഷിയുടെ കസേരക്കരച്ചിലാണ് സഖാക്കളെ. അപഹാസ്യരാവല്ലേ? ഒരു LDF യോഗമില്ല, സംയുക്ത പാർലമെന്ററി പാർട്ടിയില്ല, ഐക്യപ്രതിഷേധങ്ങളില്ല. ഏതോ ഒരു രണ്ടാമന്റെ കസേര മാത്രമാണോ? ഏറ്റെടുക്കാൻ പ്രശ്നങ്ങളില്ലാത്തതാണോ പ്രശ്നമല്ല. PM ശ്രീ ആവട്ടെ, വീര്യം കുറഞ്ഞ മദ്യം, വിഴിഞ്ഞത്തെ അദാനി വാഴ്ച, വിലക്കയറ്റം, VS-ന്റെ LOP കാലത്ത് കാട്ടുതീ പോലെയാളിയ സമരങ്ങൾ പോട്ടെ, ഷാർപ്പായ 2 ചോദ്യങ്ങൾ ചോദിക്കാനാവാത്തവണ്ണം ധാർമ്മികാവകാശം തൊലച്ചവരാണ് അധികാരത്തിന്റെ അലമാരിൽ അത്രയും രാഷ്ട്രീയം മറന്ന കെട്ട തീരുമാനങ്ങളുടെ മുഴുത്ത അസ്ഥികൂടങ്ങൾ. ആ ലെഫ്റ്റ് രാഷ്ട്രീയം നൂറുകണക്കിന് പാവം സഖാക്കളുടെ ചോരയിൽ കെട്ടിയ അടിസ്ഥാന രാഷ്ട്രീയം തിരിച്ചുപിടിക്കുന്നില്ലെങ്കിൽ, ആ ചരിത്ര പരാജയത്തിൽ ചുക്കാൻ പിടിച്ച നേതാക്കളെ ഹാരാർപ്പണം നടത്തി പറഞ്ഞു വിടുന്നില്ലെങ്കിൽ, വീടിക്കത് എതിർവായില്ലാത്ത കാലം ജനായത്തം ആവർത്തനത്തിൽ പറയും, തിരുത്താനാവാത്ത ധാർഷ്ട്യമെങ്കിൽ നിയോ കോംറേഡ്സെ വീണ്ടും പ്രതിപക്ഷത്തിരി. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. വിഷമം എഴുതാൻ പാടില്ല, അതിനെന്താ സംശയമുള്ളൂ. ഞങ്ങൾ അന്ന് അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിച്ചില്ല. പാർട്ടി പത്രത്തിൽ എന്തെല്ലാം ശരിയാ വരിക, ചിലപ്പോൾ തെറ്റും വരില്ല. ഞാൻ ഇത്തരം ഒരു ആരോപണങ്ങളും ഞാൻ ഉന്നയിക്കുന്നു. ആരാണോ ആശയം ഉന്നയിക്കുന്നത് അവരോട് ആശയവിനിമയം നടത്തി കാര്യം വ്യക്തമാക്കുന്നതായിരിക്കും നല്ലത്. ജയരാജനുൾപ്പെടെ പങ്കെടുത്ത് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുമ്പോഴെല്ലാം ഈ കാര്യത്തെ സംബന്ധിച്ച് ഒരേ നിലപാടാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അതിന് വ്യത്യസ്തമായി എന്തെങ്കിലും പറഞ്ഞതായിട്ട് എൻ്റെ ശ്രദ്ധ വന്നിട്ടില്ല. അതിപ്പം ഗവൺമെൻറ്റുകൾ വരും, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറും. ചിലപ്പോൾ കരുതി കൂട്ടി ഏതെങ്കിലും തരത്തിൽ മാറ്റുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ അതൊന്നും അങ്ങനെ ഒരു വലിയ വിവാദമാക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രാകേഷ് ഈ കാര്യം പറയുമ്പോൾ അതിൽ ഇന്നിന്ന കാരണങ്ങളാൽ ആണ് എന്നുള്ളത് അത് പറയണം. അപ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടും. ഇല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ ആവിലും ഇല്ല ദുനിയാവിലും ഇല്ല എന്നുള്ള മട്ടിലേക്ക് എത്തിപ്പോകും. മുന്നണിയിലെ ഓരോ ഘടകകക്ഷിയും ഒറ്റക്കൊറ്റക്ക് സമരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മുന്നണിയെ കെട്ടുറപ്പിനെ അത് ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുന്നണി ഇല്ലാതാക്കാൻ വേണ്ടി ഒരിക്കലും CPI ഒന്നും ചെയ്യില്ല. ഈ മുന്നണി CPI ഉണ്ടാക്കിയതാണ്. സെബാസ്റ്റ്യൻ പോൾ, ശ്രീ ജിൻഡോ ജോൺസ്, NV ബാലകൃഷ്ണൻ, ശ്രീ ഡോക്ടർ B ജയരാജൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ സെബാസ്റ്റ്യൻ പോളിലേക്ക് പോകുന്നു. സെബാസ്റ്റ്യൻ പോൾ, ഇതാ 2 മാസമാകുന്നു, 102 സീറ്റോടെ വലിയ പ്രതാപത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരാണ്. പ്രതിപക്ഷത്തിന്റെ മൂട് വിട്ടൊഴിയാത്ത രീതിയിൽ അഗ്രസീവായി സഭയിൽ നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി, വാർത്താസമ്മേളനം നടന്ന മുഖ്യമന്ത്രി. ഇതാ ഇന്നും ലീഡർ നിയമനത്തിലെ ചോദ്യങ്ങൾക്ക് പോയ സർക്കാരിന്റെ കാലത്തെ തീരുമാനങ്ങൾ ചൂണ്ടിക്കാണിക്കൊണ്ട് റദ്ദാക്കുന്നുണ്ട് V.D. സതീശൻ. അതിനു മുമ്പ് PMC-യിൽ നമ്മളത് കണ്ടു, അതിനു മുമ്പ് വിഴിഞ്ഞത്ത് നമ്മളത് കണ്ടു, വീര്യം കുറഞ്ഞ മദ്യത്തിൽ നമ്മളത് കണ്ടു. പോയ 10 വർഷക്കാലത്തെ ഭരണത്തിന്റെ ബാഗേജ് പ്രതിപക്ഷത്തിനുണ്ട്. അതോടൊപ്പം രാഷ്ട്രീയ നഷ്ടവും ഉണ്ടാകുന്നു. ഗുരുതരമായ പ്രതിസന്ധിയിലല്ലേ പ്രതിപക്ഷം, ശ്രീ സെബാസ്റ്റ്യൻ പോൾ? നമ്മുടെ ഈ ബ്രിട്ടീഷ് മാതൃകയിലുള്ള പാർലമെൻ്ററി സമ്പ്രദായത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. നമുക്ക് തന്നെ നമ്മുടെ ഈ കേരളത്തിൽ പുറത്തേക്കൊന്നും പോകേണ്ട ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന PT ചാക്കോ മുതൽ ഇങ്ങോട്ട് V.D. സതീശൻ വരെ നിരവധിയായ പ്രതിപക്ഷ നേതാക്കന്മാരെ പലതരത്തിലുള്ള ശൈലിയിൽ പ്രവർത്തിക്കുന്നവരെ കണ്ട് പരിചയമുണ്ട്. ഏറ്റവും ഒടുവിൽ രമേശ് ചെന്നിത്തലയും V.D. സതീശനും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വളരെ സജീവമായി പ്രവർത്തിച്ചവരാണ്. അത്രയും സജീവത ആവശ്യമുണ്ടോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവ് ആയിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സാധാരണ ഒരു പ്രതിപക്ഷ നേതാവ് ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷയുണ്ട്. അടുത്ത തെരഞ്ഞെടുപ്പിൽ തൻ്റെ പാർട്ടി ജയിച്ച് തനിക്ക് മുഖ്യമന്ത്രിയാകാൻ കഴിയും എന്നുള്ളത്. അങ്ങനെ ഒരു പ്രതീക്ഷയോ കണക്കുകൂട്ടലോ ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. എന്തിനു വേണ്ടിയാണ് 10 കൊല്ലം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വീണ്ടും പ്രതിപക്ഷ നേതാവായത് എന്ന് പോലും സംശയമുണ്ട്. അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യത്തിൽ. അവിടെ പ്രതിപക്ഷ ഉപനേതാവിനെ കുറിച്ചാണ് ഇപ്പോൾ തർക്കം നടക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ
വളരെയേറെ ആക്രമണങ്ങൾ, അല്ലെങ്കിൽ എന്ത് ചോദിച്ചാലും ഈ ബൂമറാങ് എന്നൊക്കെ പറയുന്നത് പോലെ ഏത് ചോദ്യം ചോദിച്ചാലും അതെല്ലാം തിരിഞ്ഞ് ഈ ചോദ്യകർത്താക്കളിലേക്ക്, പ്രതിപക്ഷത്തിൽ ഇരിക്കുന്നവരിലേക്ക് തന്നെ തിരിഞ്ഞു വരുന്ന ഒരു അവസ്ഥയും സാഹചര്യവുമുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇന്നത്തെ പത്രസമ്മേളനം ഉൾപ്പെടെ ഏത് ചോദ്യം വന്നാലും അതിനെയൊക്കെ ന്യായീകരിക്കുന്നത് പഴയ ഗവൺമെൻറ്റിനെ അങ്ങോട്ട് ഒരു വിരൽ ചൂണ്ടിക്കൊണ്ടാണ്. അവയൊക്കെ ഫലപ്രദമായി പ്രതിരോധിക്കുന്നതിനുള്ള പ്രാപ്തി പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിനുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ പഴയ സഹപ്രവർത്തകനും ഇപ്പോഴത്തെ എതിർപക്ഷത്താണെങ്കിലും MLA-യുമായ G. സുധാകരനിലെ നനഞ്ഞ കോഴി എന്ന് വിളിച്ചത്, പണ്ട് വാഷിങ്ടണിലെ ഇന്ത്യൻ അംബാസിഡർ റോണൻസൺ തലയില്ലാ കോഴികൾ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെട്ട പ്രിവിലേജ് കമ്മിറ്റിയാണ് അന്ന് പാർലമെൻറ്റിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി മാപ്പ് പറയിപ്പിച്ചത്. അതിന് സമാനമായ പ്രയോഗമാണ് ഈ നനഞ്ഞ കോഴി എന്ന് പറയുന്നതും. ആ രീതിയിൽ ആക്ഷേപം കേൾക്കുന്നതിന് വേണ്ടി, വിമർശിക്കപ്പെടുന്നതിന് വേണ്ടി ഒരു പ്രതിപക്ഷ നേതാവ് എന്തിനാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് അദ്ദേഹം അല്ലെങ്കിൽ പാർട്ടി ഉദ്ദേശിക്കുന്നത് എന്ന കാര്യത്തിൽ അത് പിണറായി വിജയന്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഓരോന്നോരോന്ന് ചൂണ്ടിക്കാണിക്കും. PMCയിൽ എന്താണ് പ്രതിപക്ഷം പറഞ്ഞ രാഷ്ട്രീയം, ഇതെന്തോ CPM BJP പാലമാണ് എന്ന രാഷ്ട്രീയം, അതൊക്കെ മറന്ന് PMC മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. ഏതോ ഒരു MOUവിൻ്റെ വ്യാജത്തിൽ അതിനെ ചോദ്യം ചെയ്യുമ്പോൾ ചോദ്യം ചെയ്യാൻ സമരത്തിറങ്ങാൻ CPM-നോ LDF-നോ പറ്റുമോ? ധാർമ്മിക അവകാശമുണ്ടോ? ഇല്ല. കാര്യം എന്താണ്? ആ കവാടം തുറന്നിട്ടത് LDF-ആണ്. CPI-യുടെ എതിർപ്പ് മറികടന്ന് CPM-ന്, പിണറായി വിജയന്റെ താല്പര്യത്തിൽ കവാടം തുറന്നിട്ടത് പോയ സർക്കാരാണ്. വിഴിഞ്ഞം 4000-6000 കോടിയുടെ കടൽക്കൊള്ള എന്ന് പറയുകയും ഏതാണ്ട് ഉപകരാറൊക്കെ വരുത്തി അതേ കരാർ നടപ്പാക്കി അതിനെ ക്രെഡിറ്റ് എടുക്കുകയും ചെയ്ത ആളുകൾ അതിൻ്റെ തുടർച്ചയിൽ വരുന്ന MSC കരാറിനെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? വീര്യം കുറഞ്ഞ മദ്യം ബക്കാടിക്ക് വേണ്ടി ഈ പറയുന്ന പ്രത്യേക ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയവർക്ക് ബക്കാടിക്ക് നികുതി കുറച്ച് കൊടുത്താൽ ചോദ്യം ചെയ്യാൻ പറ്റുമോ? എന്നിട്ട് ആ പോയ സർക്കാർ കാലത്തെ രാഷ്ട്രീയ തീരുമാനങ്ങൾ, ഇടത് രാഷ്ട്രീയമാർന്ന തീരുമാനങ്ങൾ പ്രശ്നമാകുന്നുണ്ട്. ആ രാഷ്ട്രീയമാർന്ന തീരുമാനങ്ങളുടെ തലപ്പത്തിരുന്ന പിണറായി തന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അതെ, അത് തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള വിഷയം. ഞാനിപ്പോൾ പിണറായി വിജയനെ വ്യക്തിപരമായി ആക്ഷേപിക്കുകയോ വിമർശിക്കുകയോ വില കുറച്ച് കാണുകയോ ചെയ്യുന്നതല്ല. ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ, അത് പ്രതിപക്ഷ നേതാവായാലും പ്രതിപക്ഷ പാർട്ടി ആയാലും പ്രതിപക്ഷ MLA-മാരായാലും, അവർ ഏതൊരു വിഷയം ഉന്നയിക്കുമ്പോഴും അതിനെല്ലാം മുഖ്യമന്ത്രി നൽകുന്ന സൃഷ്ടിക്കുന്ന എന്താണ് പ്രതിരോധം? ഇതെല്ലാം അവർ ചെയ്തതല്ലേ, ഇതെല്ലാം നിങ്ങൾ ചെയ്തതല്ലേ, അതിൻ്റെ തുടർച്ചയല്ലേ ഇത്? ആ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ലാതെ വിഷമിക്കുന്ന ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ പ്രതിപക്ഷം. അപ്പോഴാണ് നിർജീവമായി പോവുക എന്ന് പറയുന്നത്. ആ നിർജീവാവസ്ഥയിൽ കഴിയുന്ന പ്രതിപക്ഷത്തെ നയിച്ചുകൊണ്ട് പിണറായി വിജയന് എത്രമാത്രം ഫലപ്രദമായി ഉണർവോടെ ഈ സർക്കാരിനെ, ഈ UDF സർക്കാരിനെ വിമർശിക്കുന്നതിന്, എതിർക്കുന്നതിന് അവർക്ക് കഴിയും, അക്കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഈ പദവി വഹിക്കുന്നത്? ആ പദവിയുടെ പ്രാധാന്യം ഞാൻ പറഞ്ഞല്ലോ. ബ്രിട്ടീഷ് പാർലമെൻറ്റിൻ്റെ ചരിത്രം നോക്കിയാലൊക്കെ നമുക്കറിയാം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനു വേണ്ടിയാണ്. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷം എത്തിയത് അത് പിണറായി വിജയൻ്റെ വ്യക്തിപരമായ ബലഹീനത മാത്രമല്ല, അതിനപ്പുറത്ത് തങ്ങൾ ഭരിച്ച കാലത്ത് ചെയ്ത കാര്യങ്ങളുടെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന പ്രതിരോധം ഇപ്പോഴത്തെ ഗവൺമെൻറ് സ്വീകരിക്കുമ്പോൾ അതിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിഷ്ക്രിയാവസ്ഥയിലും നിസ്സഹായാവസ്ഥയിലും കഴിയേണ്ട ഒരു അവസ്ഥ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് ഉണ്ടാകുന്നു. ഡോക്ടർ B. ജയരാജ്, ജിൻഡോയിലേക്ക് എത്താം. ശ്രീ B. ജയരാജ്, ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് പ്രതിപക്ഷത്തോടല്ലെന്നും അത് അധികാരത്തിലിരിക്കുന്നവരോടാണെന്നും വളരെ വ്യക്തമായ ധാരണയുള്ള ആളാണ് ഞാൻ. പോയ സർക്കാരിൻ്റെ കാലത്ത് ഈ പറഞ്ഞ അധികാരത്തിലിരിക്കുന്നവർക്ക് വേണ്ടി ഒത്താശമട്ടിൽ പറയുമ്പോൾ അത് വ്യാജ സ്തുതിയാണ്, ആ കെണിയിൽ പോയി വീഴല്ലേ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആളുമാണ്. അയ്യപ്പ സംഗമം ഒരു ലെഫ്റ്റ് സർക്കാർ നടത്തുന്ന പരിപാടിയല്ല, തെറ്റിപ്പോയെന്ന് കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നുണ്ട്. ശ്രീ ജയരാജ് ഇതേ എൻകൗണ്ടർ വേദിയിൽ അന്ന് വാവിട്ട് പറഞ്ഞാണ്, അങ്ങ് ഒന്നല്ല പലയാവർത്തി ഇത് ഇടതുവിരുദ്ധ പണിയാണ്. PMCയിൽ പറഞ്ഞതാണ്. ഓരോരോ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് തീരുമാനങ്ങളിലെ രാഷ്ട്രീയ വിരുദ്ധത എന്ന് പറഞ്ഞാൽ ഇടത് രാഷ്ട്രീയ വിരുദ്ധത ചൂണ്ടിക്കാട്ടി പറഞ്ഞതാണ് കണിശമായ ഭാഷയിൽ. അന്ന് എല്ലാവരോടും ചേർന്ന് ഇടതുവിരുദ്ധ മാപ്ര, ചാപ്പയടിച്ച് വട്ടം കൂടി വേട്ട, രാഷ്ട്രീയം അറിയാത്ത സൈബർ, പോട്ടെ അത് വിട്ടേക്ക്. അതേ കാര്യങ്ങളൊക്കെ തെറ്റെന്ന് ഇപ്പോൾ തകർന്ന ശേഷം പാർട്ടി പഠിച്ച് മനസ്സിലാക്കുകയാണ്. അത് നേരത്തെ സെൻസ് ചെയ്യാൻ കഴിയാത്ത എന്താണെന്ന് ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ആ രാഷ്ട്രീയം, അന്ന് മറന്ന രാഷ്ട്രീയം ദാ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബാഗേജ് ആവുകയാണ്. ശ്രീ B. ജയരാജ്, ഒരു സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പുതിയൊരു സർക്കാർ ഉണ്ടാകുമ്പോൾ ആ സർക്കാർ തുടങ്ങി വെച്ചതിൻ്റെ തുടർച്ചയാണ് മറ്റ് സർക്കാരുകളെല്ലാം ചെയ്യുന്നതെന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്.
പക്ഷേ അതിനകത്ത് വ്യത്യസ്തമായ ഒരു സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റും? ശരി, നിങ്ങൾ പറയുന്നതിനെ അംഗീകരിച്ചു. പ്രതിപക്ഷ നേതാവിന് പരിണിതപ്രജ്ഞനായ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ കണക്കോലെ അത്ര ആർജവത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ചോദ്യങ്ങൾ ചോദിക്കട്ടെ. ഇവിടെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടൊരെണ്ണം ഉണ്ടല്ലോ. ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഫോർത്ത് എസ്റ്റേറ്റ് ഇപ്പം ഉദാഹരണത്തിന് വയനാട് ഇപ്പം ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവിടെ മുഖ്യമന്ത്രി നടത്തിയ പ്രതിപക്ഷ നേതാവ് നടത്തിയ വാർത്താ സമ്മേളനം എത്ര ചാനലുകളാണ് റിപ്പോർട്ട് ചെയ്തത്? അങ്ങനെ ഈ അഴിമതിക്കെതിരെ, ഈ പച്ചയായ അഴിമതിക്കെതിരെ, അതായത് ഈ പറഞ്ഞ സ്പിരിറ്റിൻ്റെ ഈ ബക്കാടിയായിട്ടുള്ള വിഷയത്തിൻ്റെ പേരിലുള്ള അഴിമതിക്കെതിരെ എത്ര എത്ര ചർച്ചകൾ സംഘടിപ്പിച്ചു? KSRTC ശമ്പളം മുടങ്ങിയതിനെ കുറിച്ച്. തുരങ്കപാതയുടെ കാര്യം പറയാൻ എന്താണ് ഈ പിണറായി വിജയൻ അവകാശമുള്ളത്? ബി ജയരാജ്, തുരങ്കപാതയിൽ മണ്ണ് കൂട്ടിയെടുത്തതല്ല, അത് മലയിടിഞ്ഞതാണ്. ഈ പറയുന്ന രീതിയിൽ അങ്ങേയറ്റം ദുർബലമായ അവിടെ മുണ്ടക്കൈ ഒറ്റ മലനിരയാണ്. ഈ പറയുന്ന എന്താണ് ക്യാമൽ ഹമ്പ് എന്ന് പറയുന്ന ഒറ്റ മലനിരയാണ്. ആ മലനിര കൊണ്ട് തുറക്കാനുള്ള തീരുമാനം ഉണ്ടാക്കി വെച്ചിട്ട് അതിനെതിരെ പോയി സംസാരിക്കാൻ എന്താ അവകാശം? അതിലടക്കം ബാധകമാണ്. എങ്ങനെയാണ് എൻവയോൺമെന്റലിസ്റ്റുകളൊക്കെ അതിന് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് എങ്ങനെയാണ് ഇതിനൊക്കെ അംഗീകാരം കൊടുക്കുന്നത്? നമ്മൾ കൊങ്കൺ റെയിൽവേയിലൂടെ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളതാണല്ലോ. കൊങ്കൺ റെയിൽവേ ഉണ്ടാക്കിയ സ്ഥലത്ത് എത്രയെല്ലാം മലനിരകൾ ഇടിഞ്ഞു വീണിട്ടുണ്ട്, എത്ര തവണ വർക്ക് മുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും കാണാത്തവരല്ലല്ലോ. ഒരു വർക്ക് നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഇതൊക്കെ പറഞ്ഞ് തുരങ്കം തുറക്കാനുള്ള അവകാശം അനുവാദം ഒക്കെ കൊടുത്തിട്ട് പിന്നെ അതിനെതിരെ ഒന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യും. അത് ക്രെഡിബിലിറ്റി കിട്ടില്ല, വിശ്വാസത കിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോ പറയുന്നത് നിങ്ങൾ എന്താ ചെയ്തേ എന്ന് ചോദിക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെ താങ്കൾ ഒന്നുകിൽ താങ്കൾ എനിക്ക് പറയാൻ അവസരം തരൂ. താങ്കൾ ഇങ്ങനെ മറുചോദ്യം ചോദിച്ചിട്ട് എനിക്ക് പറയാനുള്ള അവസരങ്ങൾ തരാതിരിക്കൂ. സ്കൂൾ യൂണിഫോം മുടങ്ങിയിരിക്കുകയാണ്, അതുപോലെ തന്നെ ചികിത്സാ ധനസഹായം മുടങ്ങിയിരിക്കുകയാണ്, വൈദ്യുതി 4-5 പ്രാവശ്യം കട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 4 പ്രാവശ്യം കട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിലൊക്കെ 4 പ്രാവശ്യമാണ് കട്ട് ചെയ്യുന്നത്. ഇന്നലെ രാത്രി 11 മണി വരെ കറണ്ട് പോയി. അതിനെക്കുറിച്ച് വയനാട് ടൗൺഷിപ്പിൻ്റെ പരിപാടി നിർത്തിവെച്ചിരിക്കുകയാണ്. ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇവിടുത്തെ മാധ്യമങ്ങൾ എന്നിട്ട് പറയും അവർക്കൊരു ഗ്രേസ് പീരീഡ് കൊടുക്കണം, ആദ്യമേ കയറി കടന്നാക്രമിക്കരുത്. ഒരു സർക്കാർ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ രമേശ് ചെന്നിത്തലയും നമ്മുടെ VD സതീശനെയൊക്കെ നേരത്തെ ചെയ്ത് കണക്കോലെ മുഖ്യമന്ത്രി രാജിവെക്കണം. എന്ത് സംഭവിച്ചാലും മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞൊരു പഴി ഇങ്ങനെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇടതുപക്ഷമല്ല. വളരെ കൺസ്ട്രക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇടതുപക്ഷമാണ് ഇവിടെയുള്ളത്. അവർക്ക് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനറിയാം. ആ തീരുമാനങ്ങൾക്ക് കവറേജ് കൊടുക്കുന്നില്ല. ആ തീരുമാനങ്ങൾ കുയുക്തികൾ കൊണ്ട് എവിടെ സമരങ്ങൾ ഉണ്ടായെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം താങ്കൾ ആരോപിക്കുന്ന മാധ്യമങ്ങൾ ഹണിമൂൺ പീരീഡ് കൊടുക്കുന്ന വെക്ക്. ഞാൻ പറയട്ടെ, പ്രതിപക്ഷത്തിന് ഹണിമൂൺ പീരീഡ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എത്ര വിഷയങ്ങൾ വന്നു. ആർജവത്തോടെ 4 വർത്താനം പറയാൻ, ആർജവത്തോടെ ഒരു സമരം നടത്താൻ ധൈര്യം ഉണ്ടായോ പ്രതിപക്ഷത്തിന്? ധൈര്യം ഉണ്ടാവില്ല. കാരണം എന്താണ്? കാലിൽ കെട്ടി കിടക്കുകയാണ്. എന്താണ് പോയ 10 വർഷത്തെ ഭരണം? സമരം നടത്താനൊക്കെ വരട്ടെ. സമരം നടത്താൻ സമയമാകുമ്പോൾ സമരം നടത്തിക്കോളൂ. അല്ലെങ്കിൽ പറയും അധികാരത്തിൽ കയറി ഉടനെ തന്നെ പിറ്റേ ദിവസം തൊട്ട് തന്നെ സമരം തുടങ്ങി. ഈ പറഞ്ഞ നിങ്ങൾ തന്നെ ഈ കുട്ടികളെ എന്തിനാണ് അടികൊള്ളിപ്പിക്കുന്നത്, ചെറുപ്പക്കാരെ എന്തിനാണ് അടികൊള്ളിപ്പിക്കുന്നത്? നിങ്ങൾ തന്നെ ഇത് തിരിച്ചു ചോദിക്കും. ഇലവന്ന് മുള്ളി വീണാലും മുള്ളുവന്ന് ഇല വീണാലും ഇടതുപക്ഷത്തിൻ്റെ പിടയിലാക്കുക, ഇടതുപക്ഷത്തിനെ കടന്നാക്രമിക്കുക എന്നൊക്കെയുള്ള ഒരു രീതിയിലാണ് മാധ്യമങ്ങൾ എത്രമാത്രം അതിനകത്ത് അച്ചാരം പങ്കിട്ട് പറ്റിയിട്ടുണ്ടെന്നൊക്കെ അന്വേഷണം നടത്തുമ്പോൾ പിടിച്ചോളും. അല്ല ശ്രീ ജയരാജ്, ഇവിടെ ഈ അച്ചാരത്തിന്റെ കാര്യവും എന്താണ് ഇടതുവിരുദ്ധ വിദ്രോഹ സഖ്യത്തിന്റെ കാര്യവും വലതുപക്ഷ മാധ്യമങ്ങളുടെ വ്യതിയാനത്തിന്റെ കാര്യവും LDF എന്താണ് ആഞ്ഞു വെട്ടിയ കാര്യമൊക്കെ നിങ്ങൾ ഒരുപാട് പറഞ്ഞതാണ്. ജനം അതിന് പുല്ലുവില കൊടുത്തിട്ടില്ല. ചരിത്രത്തിൽ ഇന്നേ ഒരു ഇല്ലാത്ത ഏറ്റവും കുടുംബപരാജയം നിങ്ങൾ പ്രതിപക്ഷം തിരുത്തിയിരിക്കുക. പിന്നെയും പറയുകയാണോ മാധ്യമങ്ങളുടെ അച്ചാരത്തിന്റെ കഥ? ജയരാജ്, നിങ്ങളുടെ പ്രൊപ്പഗണ്ടയാണ് അതിന് കാരണം. അതിന് നിങ്ങളുടെ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ടാണ്. നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഒരു സർക്കാരിനെതിരെ അതിശക്തമായിട്ടുള്ള ജനവികാരം ഇളക്കിവിടുന്ന രീതിയിൽ നിങ്ങൾ പ്രചരണം നടത്തി. അതിൻ്റേതാണ് ഇന്ന് കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഭവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, ഇനി കാണാനിരിക്കുന്നേ ഉള്ളൂ. അന്നേരം നമ്മൾ അല്ല ജയരാജ്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് MA ബേബി വാർത്താ സമ്മേളനത്തിൽ പറയുമ്പോൾ അത് പറയാത്തത്? റാസ്പുട്ടിൻസ് ആണ് ഇവര് കേരളത്തിനെ മുഴുവൻ. ജയരാജ്, അങ്ങനെയാണെങ്കിൽ CPM എളുപ്പമായല്ലോ. കേന്ദ്ര കമ്മിറ്റി വരെ കൂടി പറഞ്ഞാൽ മതി. എന്താണ് വിശാല സംസ്ഥാന സമിതി വിളിക്കേണ്ട കാര്യമില്ല, പ്ലീനത്തെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായി പറഞ്ഞാൽ മതി. ഇത് ഈ പറയുന്ന മാധ്യമങ്ങൾ ഉണ്ടാക്കിയ അജണ്ടയിൽ ഇവിടുത്തെ ജനം പെട്ടുപോയതാണ്. എന്തിനാണ് MA പറയുന്നത് ഇവിടെ സ്ഥാനാർത്ഥി നിർണയം പാളി, ഇവിടെ നേതാക്കൾ താഴെത്തട്ടിലെ മനുഷ്യന്മാരോട് വിനയമില്ല ധാർഷ്ട്യത്തോടെ പെരുമാറി, ഇവിടെ അടിമുടി മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് പറയേണ്ട കാര്യം എന്താണ് ജയരാജ്? മാധ്യമങ്ങൾ ഉണ്ടാക്കി പുറപ്പെടേണ്ടതാണെങ്കിൽ അങ്ങനെയൊക്കെ അത് വിമർശനം. CPM-ന് ഒരു പ്രത്യേകതയുണ്ട്, അതിനകത്ത് വിമർശനമുണ്ട്, സ്വയം വിമർശനമുണ്ട്. ഹാഷ്മിക്ക് അത് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. സ്വയം വിമർശനത്തിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചയിട്ടുണ്ടായിട്ട് അത് നൂലറ കിടി പരിശോധിക്കും. അത് തന്നെയാണ് ചെയ്യുന്നത്. താങ്കൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. സ്വയം വിമർശനം നടത്തുന്ന കമ്മിറ്റിക്കകത്താണ്, സമ്മേളനത്തിനകത്താണ്. MA ബേബി പരസ്യമായി പറഞ്ഞേ മാധ്യമങ്ങളുടെ പങ്ക് വളരെ കൃത്യമായിട്ട് വായിക്കുകയുണ്ടായി.
താങ്കൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. സ്വയം വിമർശനം എന്ന് നടത്തുന്നത് പാർട്ടി കമ്മിറ്റിക്ക് അകത്ത് നടത്തുന്നതാണ്, അല്ലാതെ MAB വാർത്താ സമ്മേളനം നടത്തി പറയുന്നതല്ല സ്വയം വിമർശനം. ശ്രീ ജയരാജ്, അല്ല, അതിന്റെ അഭിപ്രായം പറയത്തില്ലേ? ആ കമ്മിറ്റിയിൽ നടന്ന സ്വയം വിമർശനങ്ങളുടെ അഭിപ്രായം പുറത്ത് പറയത്തില്ലേ? പുറത്തു പറയുന്നത് തീരുമാനമാണ് പറയുന്നത്, സ്വയം വിമർശനം പുറത്ത് പറയില്ല. അങ്ങനെ അത് അറിയാത്തതുകൊണ്ടാണ്. ഉരുത്തുരിഞ്ഞ് വന്ന ഈ തീരുമാനങ്ങൾ എങ്ങനെ എടുക്കുന്നത്? ഈ തീരുമാനങ്ങൾ എങ്ങനെയാണ് ഹാഷ്മി എടുക്കുന്നത്? ഇത്തരം വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സിന്തസിസ് ആയിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. തീരുമാനങ്ങളാണ് അറിയിക്കുന്നത്. തീരുമാനങ്ങൾ ആരെയാ പറയുന്നത്? തീരുമാനങ്ങൾ വരുന്നത് സ്ഥാനാർത്ഥി നിർണയ പാളി, പോളിറ്റ് ബ്യൂറോ സെക്രട്ടറി സ്ഥാനാർത്ഥി നിർണയ പാളി, ആ തീരുമാനം ജനങ്ങൾക്ക് ധാർഷ്ട്യം പിടിച്ചില്ല, അത് പരിശോധിക്കുമല്ലോ. അയ്യപ്പ സംഗമം പാളി, അതൊക്കെ തീരുമാനം പറയുന്നത്, അല്ല സ്വയം വിമർശനം പറയുന്നതല്ല. നിങ്ങൾക്ക് കൈയെടുക്കാൻ പറ്റില്ല. നിങ്ങൾ ഈ പറഞ്ഞ കണക്കോലെ കേരളത്തിലെ മാധ്യമങ്ങൾ 90% വരുന്ന മാധ്യമങ്ങളും ലേഡി മാക്ബത്ത് പറയുന്ന കണക്കോലെ ഇനി അറേബ്യയിലെ മുഴുവൻ സുഗന്ധം കൊണ്ട് കൈ കഴുകിയാലും നിങ്ങളുടെ കയ്യിലെ പാപക്കറമായത്തില്ല. അത് കേരളത്തിലെ ജനത മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. സമരത്തിന്റെ സമയമാകുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് സമരത്തിനിറങ്ങുകയും അതിനെ ചെറുത്ത് നിൽക്കുകയും എതിർത്ത് തോൽപ്പിക്കുകയും ചെയ്യും. അതിന് ഒരു മാധ്യമങ്ങളുടെ ലാളന ഉണ്ടെന്നല്ല ഞങ്ങൾ വളർന്നത്. മാധ്യമത്തിന്റെ ലാളനയുടെ ആവശ്യമില്ല. ഡോക്ടർ ബി ജയരാജ്, ഇനിയും മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തലാണ്. മാധ്യമങ്ങളാണ് കേരളം ചരിത്രത്തിൽ ഇന്നേവരില്ലാത്ത പരാജയത്തിൽ പ്രതിപക്ഷത്തേക്ക് ചുരുക്കിയെന്നാണ് ധാരണയെങ്കിൽ വിനാശകാലയെ വിപരീത ബുദ്ധി. ജയരാജ്, കഷ്ടം. ഇനി ഒരിക്കലും ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരുത്തരുതെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളല്ലേ ഇപ്പോഴും മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരരുത് എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടിയാണ് മാധ്യമങ്ങൾ ഇന്നും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നിരാശാജനകമാണ് ധാർമ്മിക രോഷം ഞാൻ പ്രകടിപ്പിച്ചത്. ധാർമ്മിക രോഷം, പക്ഷേ നിരാശാജനകമായ ധാർമ്മിക രോഷമാണ്. ഈ കേരളത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷം വേണമെന്നും ഒരു സ്വേച്ഛാധിപത്യ ഭരണത്തിലേക്ക് കൂപ്പുകുത്തി പോരുത് എന്നും ആഗ്രഹിക്കുന്നവർക്ക് അങ്ങ് പറയുന്ന വാക്കുകൾ നൈരാശ്യം നൽകുന്ന വാക്കുകളാണ്. വിട്ടേക്കോത്. ഞാൻ ശ്രീ ജിൻഡോയിലൊക്കെ എത്താം. NV ബാലകൃഷ്ണൻ, എനിക്കൊരു കത്ത് വന്നു. എന്താണ് എൻ്റെ അഡ്രസ്സിൽ വന്ന കത്താണ്. സാധാരണ ഇതിൽ ചില ഊമക്കത്തൊക്കെ വരാറുണ്ട്. ഊമക്കത്തൊന്നുമല്ല, പേരൊക്കെ വെച്ച കത്താണ്. അതായത് സഖാവ് MA ബേബി എന്ന CPM ജനറൽ സെക്രട്ടറിക്ക് ജന്മനാട്ടിൽ നിന്നൊരു സഹപാഠിയുടെ കത്ത്, അദ്ദേഹം ബേബിക്ക് അയച്ച കത്ത് എന്നുള്ള സ്നേഹത്തിൽ ഒരു കോപ്പി വെച്ചതാണ്. തൃക്കരിവ, തീയതി ഇന്ന. പ്രിയ സഖാവേ, 1969, 1970 വർഷങ്ങളിലേക്ക് സഖാവിൻ്റെ ഓർമ്മയെ കൊണ്ടുപോകട്ടെ. പ്രാക്കുളം NSI സ്കൂളിലെ മലയാളം അധ്യാപകനായിരുന്ന പാർത്ഥസാരഥി പിള്ള സാർ സഖാവിനോട് മുൻപൊരിക്കൽ ചോദിച്ചു, ബേബി, ഇനി നമ്മുടെ പഞ്ചായത്ത് ലൈബ്രറിയിൽ ഏതെങ്കിലും പുസ്തകം വായിക്കാനുണ്ടോ? സഖാവ് സ്വരം താഴ്ത്തി ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെടെ അത് കേട്ടതാണ്. അന്ന് ഞാൻ മനസ്സിൽ കരുതി സഖാവ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അമരത്തെത്തുന്നു. പക്ഷേ ആ പദവി നേടി അങ്ങ് വാലുവിളയിൽ സഖാവ് കാളിക്കുട്ടിയുടെ മകൻ സഖാവ് വിക്രമനെ കാണാനെത്തിയപ്പോൾ സ്ഥലത്തില്ലാത്തതിനാൽ തമ്മിൽ കാണാൻ എന്താണ് കഴിഞ്ഞ ദീർഘമായ കത്താണ്. അതിങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ ഏറ്റവും എൻ്റെ വലിയ കമ്മ്യൂണിസ്റ്റുകാരനായ അച്ഛന് കുടികിടപ്പ് നേടിക്കൊടുത്ത പാർട്ടിയാണ് CPM. എനിക്ക് മരണം വരെ എല്ലാം പാർട്ടിയാണ്, അതിൽ വലുതായി മറ്റൊന്നുമില്ല. സഖാവിന് 2 മുദ്രാവാക്യങ്ങൾ ഇന്നും എനിക്ക് ഹൃദയമാണ്. അതിലൊന്ന്, വിദ്യാർത്ഥി സമര തീച്ചുളകളിൽ അയ്യൂബ് ബന്ധു മരിച്ചില്ലേ, സുക്കാർണോയി മരിച്ചില്ലേ, പിന്നാണോ അച്യുതമേനോൻ, അറുകലമേനോൻ ഭരണം അറബിക്കടലിൽ. പിന്നെയും മുദ്രാവാക്യം സഖാവിന് അന്നത്തെ 2ാമത്തെ മുദ്രാവാക്യം, കാലത്തിന്റെ കുളമ്പടി ശബ്ദം കേട്ടില്ലെന്ന് അടിക്കുന്നവരെ, അധികാരികളെ, അന്തന്മാരെ, കാലം നിങ്ങളുടെ കവളിൽ കരിയാൽ ദ്രോഹി എന്ന് വരയ്ക്കുമ്പോൾ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും, അളഹാത്താൽ ഞങ്ങൾ വിളിക്കും, KSF സിന്ദാബാദ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പറഞ്ഞ് അതിൻ്റെ ആ കത്ത് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് എന്തായിരുന്നു അത്? യാതൊരു കാരണവശാലും സഖാവ് പിണറായിക്ക് പ്രതിപക്ഷ നേതാവിന് ചുമതല നൽകാൻ പാടില്ല എന്ന സുചിന്തിതമായ അഭിപ്രായമാണ് മുതിർന്ന പാർട്ടിക്കാർക്കുള്ളത്. മാത്രമല്ല, ഏറ്റവും കരണീയമായ കാര്യം, സഖാവ് ശക്തമായി പ്രവർത്തിച്ച് പിണറായിയെ പാർലമെന്ററി ചുമതലയിൽ നിന്ന് ഒഴിവാക്കി വിശ്രമിക്കാൻ പാർട്ടി നിർദ്ദേശം നൽകിയാൽ ഒഴിവൻ ധർമ്മട മണ്ഡലത്തിൽ സഖാവ് KK ശൈലജയെ നിർത്തി 50,000-ലധികം വോട്ടുകൾക്ക് മഹാഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച് പ്രതിപക്ഷ നേതാവാക്കിയാൽ പാർട്ടിയുടെ നഷ്ടപ്പെട്ട കീർത്തിയും കരുത്തും വീണ്ടെടുക്കാൻ കഴിയും. അതുവരെ സഖാവ് KN ബാലഗോപാലിന് പ്രതിപക്ഷ നേതാവിന് താൽക്കാലിക ചുമതല നൽകുകയും ചെയ്യാം. അല്ലാതെ വീണ്ടും പിണറായിയെ മുൻപിൽ നിർത്തി പ്രതിപക്ഷ നേതാവാക്കി പ്രവർത്തിപ്പിച്ചാൽ പാർട്ടി കേരളത്തിലും അതിവേഗം തകർന്നു തരിപ്പണമായിരിക്കും. അതുപോലെ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് ഒരു കാലത്തും യാതൊരു പ്രയോജനം നമ്മുടെ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല. അയാൾ തനി വർഗീയവാദിയും കള്ളക്കച്ചവടക്കാരും മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് കേസിലെ പ്രതിയുമാണ്. അയാൾ കീഴവ സമുദായത്തിൽ ഒരു വോട്ട് പോലും സ്വാധീനിക്കാൻ കഴിയില്ല. അയാളുടെ മകന്റെയും വ്യാവസായിക താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സ്വയം മിക്ക നിയമസഭകളിലും LDF-ൽ കുറവ് വന്ന വോട്ടുകളെക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് സാവകാശം ആവശ്യമായ കരുതൽ നടപടികൾ യഥാസമയം സഖാവിന് സ്വീകരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സഖാവ് ശക്തനായാൽ പാർട്ടി ശക്തിപ്പെടും, അല്ലെങ്കിൽ പാർട്ടി തകരും. അടുത്ത പാർട്ടി കോൺഗ്രസിന് മുൻപായി അങ്ങ് പാർട്ടിയിൽ ശുദ്ധീകരണം നടത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് കത്ത് അവസാനിപ്പിക്കുന്നു. സഖാവിന്റെ വിപ്ലവാഭിവാദ്യങ്ങൾ TR കരുണൻ, തൃക്കരുവ. കത്താണ്. MA ബേബിക്ക് അതിന് കരുത്തുണ്ടോ? NV ബാലകൃഷ്ണൻ. MA ബേബിക്ക് അതിന് കരുത്തില്ല എന്ന് അദ്ദേഹം ഇതിനകം തെളിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ആ കത്തെഴുതിയ സഖാവ് ചൂണ്ടിക്കാണിച്ച MA ബേബി ഇപ്പം ജീവിച്ചിരിപ്പില്ല എന്ന അഭിപ്രായമാണ് എനിക്ക്. ബേബിയെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ വളരെ മതിപ്പോടുകൂടി കണ്ടിരുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലമൊക്കെ എനിക്കും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വായനയെക്കുറിച്ച്, അതുപോലെ അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെക്കുറിച്ചൊക്കെ. പക്ഷെ അവിടുന്നൊക്കെ ബേബി എത്രയോ
മാറിപ്പോയി. ബേബി ഒരു വ്യവസ്ഥാപിത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരാളായി മാറിയതിൻ്റെ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എനിക്ക് ജയരാജൻ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങളെ മറികടക്കുന്നതിന് അദ്ദേഹം എളുപ്പത്തിൽ കണ്ടുപിടിച്ചൊരു കാര്യം മാപ്രകളുടെ വൃത്തികേടുകൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് വരികയാണ്. അദ്ദേഹത്തിന് ഉന്നയിച്ച പ്രശ്നങ്ങൾ അദ്ദേഹം കാണുക പോലും ചെയ്തില്ല. പകരം മാപ്രകൾക്കെതിരായിട്ടുള്ള വലിയ വർത്തമാനം അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, അങ്ങ് സംസാരിക്കുന്നത് CPM പോലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയാണ്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം, അതിൻ്റെ സത്ത, അത് മാധ്യമങ്ങളെ എങ്ങനെ കാണുന്നു, മാധ്യമ സ്വാതന്ത്ര്യത്തെ എങ്ങനെ കാണുന്നു എന്നൊന്നും അങ്ങക്ക് പരിഗണിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അപകടം അങ്ങ് വ്യക്തിപരമായി നേരിടുകയല്ല, പാർട്ടി മൊത്തത്തിൽ നേരിടുകയാണ് ചെയ്യുക. അങ്ങയെപ്പോലുള്ള ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ജനങ്ങൾ മുഖവിലക്കെടുത്തില്ല എന്നതിൻ്റെ ഒരു കാര്യമാണല്ലോ നമ്മൾ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതേ ചാപ്പ തന്നെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക. തങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നോക്കി തിരുത്തുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം അങ്ങനെ പോയാൽ ഈ കേരളത്തിൽ നിന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വൈപ്പ് ഔട്ട് ചെയ്തു പോകും. സ്റ്റേറ്റ് വിതറവേ എന്ന് മാർക്സ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിതറവേ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. ആ ഒരു തിരിച്ചറിവിൽ നിന്ന് ഈ കാര്യങ്ങൾ കാണാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ലെങ്കിൽ, ഞാനും താങ്കളും ഒക്കെ ആഗ്രഹിക്കുന്ന ഈ പാർട്ടി കേരളത്തിൽ സമ്പൂർണ്ണമായി നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന വലിയ ദുരന്തമുണ്ട്. അങ്ങിപ്പോൾ പറഞ്ഞല്ലോ, ഈ തുരങ്കപാതയെ കുറിച്ച് പറഞ്ഞല്ലോ. തുരങ്കപാതയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് എങ്ങനെയാണ് അനുമതി കൊടുത്തതെന്നാണ് അങ്ങ് ചോദിക്കുന്നത്. അങ്ങ് ആദ്യം ചോദിക്കേണ്ടത്, ഗുജറാത്ത് പോലെ ഈ പറയുന്ന വയനാട് പോലുള്ള പൂർണ്ണമായി റെഡ് സോണിലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനൊരു തുരങ്കപാത നിർമ്മിക്കുന്നതിന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിന് എങ്ങനെയാണ് ധൈര്യം വന്നത് എന്നാണ് അങ്ങ് ആലോചിക്കേണ്ടത്. അങ്ങയുടെ മുമ്പിൽ 2010 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ദുരന്ത നിവാരണ സമിതിയുടെ ഒരു മാപ്പുണ്ട്, വയനാടിനെ തരംതിരിച്ചുകൊണ്ട്. അതിൽ 90% റെഡ് സോണിൽ കിടക്കുന്ന പ്രദേശത്തോടു കൂടിയാണ് ഈ തുരങ്കം നിർമ്മിക്കാൻ ശ്രമിച്ചത്. അതിനെതിരായിട്ടുള്ള വലിയ പ്രശ്നങ്ങളാണ് പരിസ്ഥിതി പ്രവർത്തകന്മാർ ഉന്നയിച്ചു, ഇന്നും ഉന്നയിച്ചു. ആ പരിസ്ഥിതി പ്രവർത്തകന്മാർ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ 100% ശരിയാണ് എന്ന് തെളിയുകയും ചെയ്തു. അതിനുശേഷം നിങ്ങൾ മാപ്രയെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ആയിക്കോട്ടെ. അങ്ങ് ചോദിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് എങ്ങനെ ഇതിന് അനുമതി നൽകി എന്നാണ്. അങ്ങക്ക് അറിയാത്തതുകൊണ്ടാണ്. കേന്ദ്ര ഗവൺമെൻറ് ഒരു 50 കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പെർമിഷൻ കൊടുക്കുന്നതിന് 50 കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അങ്ങയുടെ കൈവശം ഇല്ലെങ്കിൽ ഞാനത് അയച്ചു തരാം, എൻ്റെ കൈവശമുണ്ട്. ആ 50 കണ്ടീഷനിൽ ഏതൊക്കെ കണ്ടീഷൻ അന്ന് നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പൂർത്തിയാക്കി എന്നൊന്ന് അങ്ങ് പരിശോധിക്കുമോ? അതൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് ആർക്കും മനസ്സിലാവുന്നേ ഉള്ളൂ. അതായത് അതൊന്നും നയപരമായ നിലപാടുകളെ ആയിരുന്നില്ല. ഈ തുരങ്കപാത നിർമ്മിക്കുമ്പോൾ അത് വലിയൊരു വേവ് ഉണ്ടാക്കും, ഒരു വികസനത്തിൻ്റെ വലിയ ചാമ്പ്യന്മാരായ ഇടതുപക്ഷന്മാർ മൂന്നാമതൊരു ഭരണത്തിലേക്ക് പോകാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള വളരെ തെറ്റായിട്ടുള്ള മാർക്സിസ്റ്റ് വിരുദ്ധമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ടൗൺഷിപ്പിൻ്റെ പ്രശ്നം. ഞാൻ കഴിഞ്ഞ ദുരിതം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ഈ പറയുന്ന ടൗൺഷിപ്പും ഈ പറയുന്ന പുത്തുമലയും ചൂരൽമലയും ഒക്കെ സഞ്ചരിച്ച് വന്നിട്ട് വീണ്ടും അത് അവിടെ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ഒരു പരിസ്ഥിതി പ്രവർത്തകൻ നൽകി കറങ്ങി വന്നതിൻ്റെ പിറ്റേന്നാണ് ഈ ദുരന്തം ഉണ്ടായത്. അത് എനിക്ക് ആ പ്രദേശത്തെ കാര്യം വൈകാരികമായിട്ട് അറിയാം. ഞാൻ പോകുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ഈ ടൗൺഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും പറയാൻ പറ്റുമോ സംസ്ഥാനത്തെ കേരളത്തിലാകെയുള്ള ജനങ്ങൾ പിരിച്ചു നൽകിയിട്ടുള്ള 770 കോടിയോ മറ്റുമാണ്. ആ പണം എങ്ങനെയാണ് നമ്മൾ ചെലവഴിച്ചത്? നമ്മൾക്ക് തന്നിട്ടുള്ള ഈ പണം നമ്മൾ എങ്ങനെയൊക്കെ ചെലവ്, ഇപ്പൊ കയ്യിൽ എത്രയെങ്കിലും ഉണ്ടോ? വയനാട് മാത്രം നിൽക്കില്ലേ? അല്ല, വയനാട് മാത്രം നിൽക്കില്ല. അത് താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രശ്നമടക്കം ഈ രാഷ്ട്രീയത്തിൽ വന്ന മാറ്റമാണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ സെൻവി ബാലകൃഷ്ണൻ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ വളരെ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ അതെന്താണ് സത്ത ഇടതുപക്ഷത്തിന്റെ ആശയങ്ങളാണ്. ആ ആശയങ്ങൾ ഫേഡായി ഇടതുപക്ഷവും വലതുപക്ഷവും BJP തമ്മിൽ യാതൊരു വ്യത്യാസമൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ പിന്നെ LDF പ്രസക്തി എന്താണ്? അതാണ് ഇവർ നേരിടുന്ന പ്രതിസന്ധി. വ്യത്യാസമില്ലാതെ പോകുന്നു. അതാണ് ഇപ്പം ഞാനിപ്പം ഹാഷ്മി ഉന്നയിച്ച പ്രശ്നത്തിലേക്ക് വരാം. ഹാഷ്മി ഉന്നയിച്ച പ്രശ്നം ഇത്രയൊക്കെ ആയിട്ട് ഒരു പ്രതിപക്ഷത്തിൻ്റെ ചുമതലകൾ നിറവേറ്റാൻ CPM-ന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് വളരെ സത്യമാണ്. ഞാനത് അടുത്ത സമയത്തെങ്കിലും CPM-നകത്ത് അത് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഞങ്ങളുടെ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ട്, അവനവൻ്റെ തലയിൽ കത്തുമ്പോൾ അങ്ങേട്ടതിലെ മലയിൽ കത്തുന്നത് ആര് നോക്കാനാണെന്നൊരു ചോദ്യമുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ CPM-ൻ്റെ പ്രശ്നം. CPM-ൻ്റെ അകത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ നിങ്ങൾ സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന പ്രശ്നം എന്താണ്? ഓഗസ്റ്റിൽ വരാൻ പോകുന്ന സ്പെഷ്യൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി സമ്മേളനം, ആ സ്പെഷ്യൽ സമ്മേളനത്താണ് ഈ കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനം എടുക്കുമ്പോൾ ഈ പാർട്ടി എങ്ങനെയൊക്കെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാം എന്നതിനെ കുറിച്ച് ആലോചിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ താഴെ തലത്തിൽ അതിശക്തമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങൾ നോക്കിയാൽ അറിയാം, പിണറായി വിജയനും
അതുപോലെ തന്നെ MV ഗോവിന്ദനും KK രാഗേഷും അങ്ങനെ വരുന്ന ഒരു വിഭാഗം ആളുകൾക്കെതിരായിട്ട് നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിന്ന് വലിയ പടയൊരുക്കം തുടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. കണ്ണൂർ ജില്ലയിലെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള EP ജയരാജൻ, ഇത്രയും കാലം പിണറായി വിജയനോടൊപ്പം നിന്ന മനുഷ്യനാണ്. ആ EP ജയരാജൻ, അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ, ഇവരൊക്കെ അണിനിരന്നുകൊണ്ടുള്ള ഒരു വലിയ എതിർപ്പ് രൂപപ്പെട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലാകെ ഈ പ്രശ്നമുണ്ട്. ഇതിനെങ്ങനെ മറികടന്നു പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മറികടന്ന് പോകുമ്പോഴുള്ള എന്താണ് കൊടുക്കൽ വാങ്ങലുകളൊക്കെ അണിയറയിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. P ജയരാജനെ തിരികെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എടുക്കാമെന്നുള്ളൊരു ഇത് വെച്ചിട്ട് P ജയരാജനെ പിണറായി വിജയനോടൊപ്പം നിർത്താൻ പറ്റുമെന്നുള്ളൊരു ആലോചന കണ്ണൂർ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. P ജയരാജൻ വലിയ ബഹുജന സ്വാധീനമുള്ള മനുഷ്യനാണ്, താഴെ തരത്തിലുള്ള പാർട്ടി സാഹിക്കളിൽ സ്വാധീനമുള്ള ആളാണ്. അപ്പോൾ അയാളെ ഇപ്പുറത്തോട്ട് ഇങ്ങനെയൊക്കെയുള്ള ഈ പറയുന്ന ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയവും അതിൻ്റെ ഭാഗമായി പാർട്ടി പിടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നിലനിൽപ്പിന് ഓരോ ആളുകളും അവനവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള മത്സരങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന്. ആ പാർട്ടിക്ക് ഈ കാര്യങ്ങളൊന്നും നിർവഹിക്കാൻ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. നമ്മളത് കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് കാര്യമില്ല. ഈ നിലയിലേക്ക് വലിയ പ്രശ്നങ്ങൾ CPM-നകത്ത് വ്യാപകമായി നടന്നു. നിങ്ങൾ നോക്കൂ, പിന്നെ ആലപ്പുഴ ജില്ലയിൽ G സുധാകരനെ പോലെ ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ് അയാൾ പറയുന്ന കാര്യത്തിന് ആർക്കും മറുപടി പറയാമല്ലോ. G സുധാകരനെ പോലെ ഒരാളെ പരിഗണിച്ചുകൊണ്ട്, സാധാരണ അങ്ങനെയാണല്ലോ നമ്മുടെ രാഷ്ട്രീയത്തിൽ, G സുധാകരനെ പോലെ ഒരാളെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ പോലുള്ളൊരു തലപ്പൊക്കമുള്ള ആളുകൾക്ക് അദ്ദേഹം പറയുന്നത് കൊള്ളരുതായ്മകളാണെങ്കിൽ കൊള്ളരുതായ്മകളാണെന്ന് പറയാം, അതിലെന്താ തർക്കമുള്ളത്? പക്ഷേ അതിന് പകരം G സുധാകരനെ ഞങ്ങൾ സംസാരിക്കാനേ സമ്മതിക്കില്ല, പാർട്ടി സമ്മേളനങ്ങളിൽ പാർട്ടിയെ വിമർശിച്ചാൽ ഞങ്ങൾ അപ്പം തന്നെ കൈകാര്യം ചെയ്യുന്ന രൂപത്തിലേക്ക് ഒരു പാർട്ടി വന്നാൽ അങ്ങനെ പാർട്ടിക്ക് നിൽക്കാൻ കഴിയില്ല. അത് എന്തുകൊണ്ടാണ് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ നോക്കൂ, കേരളത്തിൻ്റെ ഒരു അനുഭവം വെച്ച് ഈ പറയുന്ന ഒരു തരം മസിൽ പവറിൻ്റെ മുഷ്കിൻ്റെ അല്ലെങ്കിൽ പിടിച്ചടക്കലിൻ്റെ ഒക്കെ ഭാഗമായി ഒരു പ്രസ്ഥാനത്തെ കൂടെ നിർത്താൻ പറ്റുമെന്ന് പറയുന്ന ഒരു ജിൻഡോ, ഈ മാധ്യമങ്ങൾക്ക് നേരെയുള്ള കുതിരകയറൽ അധികാരത്തിന്റെ സാമാന്യമായ ഭാഷയാണ്. ഡൊണാൾഡ് ട്രംപ് ആണെങ്കിൽ ഈ പറയുന്ന എന്താണ് ഹൊറിബിൾ, ഹൊറണ്ടസ് അല്ലെങ്കിൽ ഏലിയൻ ആനിമൽ എന്നൊക്കെ അബ്യൂസീവ് വൃത്തികെട്ട വർത്താനം പറയും. കേന്ദ്രത്തിലേക്ക് പോയാൽ അവിടുത്തെ സൈബർ സാറന്മാർ എന്താണ് പ്രൊസ്റ്റിറ്റ്യൂട്ട്സ് എന്ന് വിളിക്കും. കേരളത്തിലേക്ക് വന്നാൽ മാപ്ര എന്ന് വിളിക്കും. ഈ പറയുന്ന ജയരാജ് പോയ അധികാരത്തിൻ്റെ ഹാങ് ഓവറിൽ പറയുന്നതാണ്. VD സതീശ് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇന്നിപ്പോൾ ലീഡർ നിയമനത്തിൽ KSU അടക്കം ശക്തമായ വിമർശനം ഉന്നയിച്ചതാണ്. മൊത്തം മാധ്യമങ്ങളുടെ തലയ്ക്ക് കൊണ്ട് വെക്കുകയാണ്. എത്ര കാലം നിങ്ങൾക്ക് ശരിയാണ്, പോയ സർക്കാരിന് 10 വർഷത്തെ അധികാരത്തിൻ്റെ ബാഗേജ് ഉണ്ട്, അതിൻ്റെ ദൗർബല്യം അവർക്കുണ്ട്. പക്ഷെ ജിൻഡോ, എത്ര കാലം നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നോക്കൂ എന്ന വാട്ടർബോട്ടിൽ പിടിച്ചിരിക്കാൻ പറ്റും ഡോക്ടർ ജിൻഡോ? കാശ്മീർ വളരെ ബുദ്ധിപൂർവ്വമാണ്, മനസ്സിലായി. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ശ്രീ ജയരാജ്, താങ്കളും ഞാനൊക്കെ നിരവധി ചർച്ചകളിൽ ഒന്നിച്ചിരുന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് പലവട്ടം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങൾ പറയുമ്പോൾ അതിനെ വല്ലാത്ത രീതിയിൽ അവഹേളിച്ച രീതിയിലാണ്, ഒരു പരിഹാസ രൂപത്തിലാണ് താങ്കൾ സംസാരിച്ചിട്ടുള്ളത്. മൂന്നാം പിണറായി സർക്കാർ ബന്ധമുള്ള അമിതമായ അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെയാണ് നിങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ തോറ്റു കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളുടെ പ്രൊപ്പഗാൻഡ, മാധ്യമങ്ങൾ UDF-ൻ്റെ അച്ചാരം വാങ്ങിയതുകൊണ്ട് എന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ സ്വന്തം സഖാക്കന്മാർ, കേരളത്തിലെ മാധ്യമങ്ങൾ ഈ പറഞ്ഞ അച്ചാരം വാങ്ങി പ്രൊപ്പഗാൻഡ മെഷീനറിയുടെ ഭാഗമായിട്ട് പ്രചരണം നടത്തുമ്പോൾ വീണു പോകുന്നവരാണോ? പതിറ്റാണ്ടുകളായിട്ട് നിങ്ങളുടെ പാർട്ടി ക്ലാസ്സിൽ, ശില്പശാലകളിൽ പങ്കെടുത്ത് നിങ്ങളുടെ ആശയധാരയിൽ അടിയുറച്ചു നിൽക്കുന്ന സഖാക്കന്മാർ? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അത്രയും ശക്തമായ സംഘടനാ സംവിധാനത്തിൻ്റെ കേഡർ സിസ്റ്റത്തിനകത്ത് നിൽക്കുന്ന നിങ്ങളുടെ സ്വന്തം സഖാക്കന്മാർക്ക് വോട്ട് മാറ്റി ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ മാധ്യമങ്ങൾ അച്ചാരം വാങ്ങിയതുകൊണ്ടോ പ്രൊപ്പഗാൻഡ പ്രചരണത്തിൻ്റെ ഭാഗമായതുകൊണ്ടോ ഒന്നുമല്ല, അവരുടെ നേരെ അനുഭവങ്ങളുടെ ഭാഗമായിട്ടാണ്. അമ്പലപ്പുഴയിലും അതുപോലെ തളിപ്പറമ്പിലും പയ്യന്നൂരിലും ഒക്കെ ഇത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ അലയൊലികൾ കേരളത്തിലെമ്പാടും നടന്നിട്ടുണ്ട്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു 102 സീറ്റ് കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും UDF-ൻ്റെയും പ്രവർത്തനങ്ങളുടെ ഫലമായി മാത്രമല്ല, നിങ്ങളുടെ സർക്കാരിൻ്റെ 10 വർഷക്കാലത്തെ പ്രവർത്തന ഫലമായി കൂടിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, ഞങ്ങൾ ചെയ്ത സമരത്തിൻ്റെ, പോലീസ് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയതിൻ്റെ, നിങ്ങളുടെ ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയതിൻ്റെ മാത്രമല്ല, നിങ്ങളുടെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഓരം പറ്റി നിന്നും നിങ്ങളെപ്പോലെ ഓരോരുത്തരും ഇടതുപക്ഷമാണെന്ന് സ്വയം കപടമായി വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ ആക്ഷേപങ്ങളുടെ കൂടി ഫലമാണ്. സ്വന്തം സഖാക്കന്മാർ പാർട്ടി ചിഹ്നം മാറ്റിവെച്ച് കൈപ്പത്തി ചിഹ്നത്തിലും UDF-ൻ്റെ ചിഹ്നത്തിലും വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രൊപ്പഗാൻഡ അല്ല സാർ, നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതുകൊണ്ടാണ്. 50 സിറ്റിംഗ് MLA-മാർ തോറ്റുപോയി, 13 മന്ത്രിമാർ തോറ്റുപോയി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ തന്നെ തോറ്റുപോയി. എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും, പുതിയ സർക്കാർ വന്ന 60 ദിവസമാകുന്ന സമയത്തും നിങ്ങൾ ഇപ്പോഴും മാധ്യമങ്ങൾ അച്ചാരം വാങ്ങിയതിന് ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെയോ കുഴപ്പമുണ്ട്. നിങ്ങൾ ഇതിനെയാണ് തിരുത്തുന്നത് എന്ന് പറയുന്നതെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തിരുത്തിയാൽ വലിയ മോശം വരില്ല. ഇനി മാധ്യമങ്ങളും മോശക്കാരാണ്. M സ്വരാജിനെ പോലുള്ള ആളുകൾ പറഞ്ഞ അരാഷ്ട്രീയവാദികളായിട്ടുള്ള വോട്ടർമാർ
മൂന്നാമതൊരു സർക്കാർ വരുന്നതിൻ്റെ മടുപ്പിൽ നിന്ന് ഒരു അവസരം മാറ്റി പരീക്ഷിച്ചു എന്നാണ്. നിങ്ങളുടെ തത്വജ്ഞാനികളായിട്ടുള്ള ആളുകൾ പോലും ഇങ്ങനെ പറയുമ്പോൾ ജയരാജിൻ്റെ ആക്ഷേപത്തിന് ഞാൻ അത്രയും വിലക്കെടുക്കുന്നുള്ളൂ. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇപ്പോൾ നിങ്ങൾ അവസാനം പറഞ്ഞു നിർത്തിയത് LDF ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അധിക പണിയെടുക്കുന്നു. ആര് പണിയെടുക്കുന്നു? നിങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് പണിയെടുക്കുന്നത് നിങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആളുകൾ തീർച്ചയായിട്ടും UDF-നെ നിങ്ങൾ വിമർശിക്കണമെന്നേ. ഞങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് നടക്കുന്ന പ്രവർത്തനങ്ങളെ ഇഴകീറി പരിശോധിച്ച് വിചാരണ ചെയ്യണമെന്ന് കൂടിയാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ അതിനുശേഷം പിണറായി വിജയൻ ഉണ്ടോ? അതിനുശേഷം നിങ്ങളുടെ 35 MLA-മാർക്കുണ്ടോ? കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തെ പാപക്കറകൾ ചുറ്റി വരിഞ്ഞെടുക്കുന്ന പാദങ്ങളും വെച്ച് നിങ്ങൾ എങ്ങനെയാണ് നിയമസഭയിൽ ആഞ്ഞടിക്കുക? നിങ്ങൾ എങ്ങനെയാണ് സമരം നടത്തുക? നിങ്ങളുടെ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് സമരത്തിന് പോകുമ്പോൾ ബ്ലേഡ് കൊണ്ടുവന്ന് ഇത്തരം നാടകങ്ങൾ കളിക്കേണ്ടി വരിക? നിങ്ങൾ എന്തിനു വേണ്ടി ഏറ്റവും ശക്തമായ സമരം കേരളത്തിൽ നടത്തിയത്? ED-യുടെ വണ്ടി അടിച്ചു പൊളിക്കാൻ ഇഷ്ടികയും മൊട്ടയും എറിഞ്ഞ്. എന്നിട്ടോ എന്തുണ്ടായി? നിങ്ങളുടെ സമരമൊക്കെ കാലഹരണപ്പെട്ടു പോയി. നിങ്ങൾ എന്തിനു വേണ്ടി സമരം ചെയ്യുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ PSC-യുടെ വിഷയം നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല? PSC വിഷയം നടക്കുന്നത് ഇപ്പോൾ സമരം നടക്കുന്നുണ്ടല്ലോ. ഇന്നലെ സമരം നടന്നത് UDF സർക്കാർ ഭരിക്കുന്ന കാലത്തല്ലേ? എന്നിട്ടും ആ വിഷയത്തിൽ നിങ്ങൾക്ക് ആ സമരം ചെയ്യുന്ന കുട്ടികളോടൊപ്പം നിൽക്കാൻ നിങ്ങൾക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ്? എന്നിട്ടും ആ വിഷയത്തിൽ ഞങ്ങളുടെ സർക്കാർ ഭരിക്കുമ്പോൾ പോലും അവർ സമരം ചെയ്യുമ്പോൾ അവരുടെ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ 10 വർഷക്കാലത്തെ പാകപ്പിഴ. എന്റെ ഒരു ചോദ്യം അതായിരുന്നു. 10 വർഷക്കാലത്ത് ഉണ്ടെന്നേ. 10 വർഷക്കാലത്ത് ഇടത് രാഷ്ട്രീയം മറന്ന തീരുമാനങ്ങളുടെ പൊളിറ്റിക്കൽ ബാഗേജ് അവരുടെ കാലിൽ കിട്ടിയിട്ടുണ്ട്. അത് ദൗർബല്യമാണ് എന്ന് കരുതി അത് നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ബ്ലാങ്ക് ചെക്ക് ആവുന്നില്ല. ഇതിൻ്റെ ജനം കാണുന്നുണ്ട്. എല്ലാം അങ്ങോട്ടേക്ക് ചൂണ്ടി അക്കാലത്ത് വിഴിഞ്ഞു നോക്കൂ, അക്കാലത്തെ PMC നോക്കൂ, അക്കാലത്തെ മദ്യം നോക്കൂ എന്ന് പറഞ്ഞ് എല്ലാ കാലത്തും എന്താ നിൽക്കാൻ പറ്റില്ല ജിൻഡോ? തീർച്ചയായിട്ടും ഹാഷ്മി എന്നെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായി. വിഴിഞ്ഞത്തെ വിഷയം ഞങ്ങൾ ഇതൊക്കെ ഡിബേറ്റ് ചെയ്യാൻ വന്നിട്ടില്ലേ ഹാഷ്മി? ഈ ചർച്ചകൾ വിഴിഞ്ഞം, PM ശ്രീ, മദ്യത്തിൻ്റെ ടാക്സുമായി ബന്ധപ്പെട്ട വിഷയം, ഇതിലെല്ലാം ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഞങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് UDF കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ കാലത്ത് ഈ LDF സർക്കാരിൻ്റെ 10 വർഷക്കാലത്തെ വാട്ടർ അതോറിറ്റി പറയാനല്ല ഇരിക്കുന്നതെന്നുള്ള രാഷ്ട്രീയ ബോധ്യം കൂടി ഞങ്ങൾക്കുണ്ട്. പക്ഷേ ആരോപണം ഉന്നയിക്കുന്നവർ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുമാകുമ്പോൾ തിരിച്ചു ചോദിക്കാൻ ചോദ്യങ്ങളുണ്ട്. അതിന് പുറത്ത് മാധ്യമങ്ങളും പൊതുസമൂഹങ്ങളും ചോദിക്കുമ്പോൾ അതിന് കാര്യകാരണ സഹിതമായിട്ടുള്ള മറുപടിയുണ്ട്. ഇനി അവിടെ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടെങ്കിൽ ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെയും അഭിപ്രായ വ്യത്യാസങ്ങളെയും ഞങ്ങൾ മാനിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ കൂടി വിമർശിക്കണം. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, പിണറായി വിജയൻ്റെ എക്സ്റ്റൻഷൻ കേരളത്തിൽ ഇനി ഒരു സർക്കാരിൻ്റെ കാലത്തും ഉണ്ടാകാൻ കേരളത്തിൻ്റെ പൊതുസമൂഹം ആഗ്രഹിക്കുന്നില്ല. അത് UDF-ഉം കോൺഗ്രസും ഒരു കാരണവശാലും സമ്മതിക്കുകയുമില്ല. അങ്ങനെ ഉണ്ടാകില്ല. അത് ഞങ്ങളുടെ പൂർണ്ണമായ ബോധ്യമാണ്. കോൺഗ്രസിൻ്റെ VD സതീശൻ നേതൃത്വം നൽകുന്ന VD സതീശൻ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ധാർഷ്ട്യവും അഹങ്കാരവും ഒന്നും ഉണ്ടാകില്ല. താങ്കളുടെ തലതൊട്ടപ്പൻ AK ആന്റണി പറഞ്ഞിട്ട് നടന്നിട്ടില്ല. പിന്നെ ജിൻഡോ ജോൺ AK ആന്റണി 100 വർഷത്തെ കമ്മ്യൂണിസ്റ്റുകാരെ അധികാരത്തെ കയറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് നടന്നിട്ടില്ല. പിന്നെ ജിൻഡോ ജോൺ. ഹാഷ്മി, എന്താണ് അദ്ദേഹം ഇത്ര വിഷമിക്കുന്നത്? ഞാൻ എൻ്റെ ടേണിൽ ഞാൻ പറഞ്ഞു. താങ്കളുടെ ടേണിൽ താങ്കൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ പറയൂ. താങ്കൾക്ക് ഇപ്പോൾ പോലും ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് ഒരു പ്രതിപക്ഷ ബഹുമാനം പോലും ഇല്ലാതെ താങ്കൾ എന്നെ അതിൻ്റെ ഇടയ്ക്ക് കയറി ഡിസ്റ്റർബ് ചെയ്യാൻ നോക്കണ്ട. ഞാൻ എൻ്റെ പോയിന്റ്സ് പറഞ്ഞു. അതിൽ താങ്കൾക്ക് പ്രതിപക്ഷ ബഹുമാനത്തോട് ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളാണെന്ന് അറിയോ ജിൻഡോ ജോൺ? ഞാൻ പറഞ്ഞില്ല പ്രതിപക്ഷ ബഹുമാനത്തോട് സംസാരിക്കുന്ന ആളാണെന്നറിയോ? അല്ലല്ലോ ചർച്ചയ്ക്കിരിക്കുന്നത്. അല്ലല്ലോ ചർച്ചയ്ക്കിരിക്കുന്നത്. താങ്കളുടെ പ്രതിപക്ഷ ബഹുമാനം ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല ശ്രീ ജയരാജ്, എനിക്ക് ഒരു ചർച്ച കഴിഞ്ഞാൽ ഞാൻ അത് മനസ്സിൽ കൊണ്ടു നടക്കാറില്ല. ഓരോ ചർച്ചയിലും ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയും, ചിലപ്പോൾ കുറച്ച് കടന്ന് പറയും, ഇതൊക്കെ ചെയ്യും. പക്ഷേ പണ്ട് ചർച്ചയ്ക്ക് താങ്കൾ എന്നോട് എങ്ങനെ പ്രതികരിച്ചു എന്ന് ഓർത്ത് വെച്ചിട്ട് പകരം വീട്ടാൻ വേണ്ടിയിട്ട് പുതിയ ചർച്ചയ്ക്ക് വന്നിരുന്ന് പകരം വീട്ടുകയും ഇടയ്ക്ക് കയറി അലമ്പുണ്ടാക്കുകയും അതെൻ്റെ ശീലമല്ല. താങ്കൾ ഇപ്പോൾ പറഞ്ഞതിനോട് എനിക്ക് അതേ രീതിയിൽ പറയാനൊന്നുണ്ട്. അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് പറയുന്നത്. എനിക്ക് താങ്കളോട് ഇപ്പോൾ അത്തരത്തിലൊരു സഹതാപം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് താങ്കൾ പറഞ്ഞ അതേ ടോണിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രതിപക്ഷ ബഹുമാനം എന്നുള്ളത് കൊടുത്തു വാങ്ങേണ്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. സെബാസ്റ്റ്യൻ പോൾ, തൃക്കരുവക്കാരൻ KR രമണൻ, MA ബേബിയുടെ ബാല്യകാല സുഹൃത്ത്, കടുത്ത പാർട്ടിക്കാരൻ, അദ്ദേഹം എഴുതിയ കത്തിന്റെ ഒരു വരിയോട് ഞാൻ വായിക്കാം. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരായിരുന്ന സഖാവ് EMS, സഖാവ് AK, സഖാവ് VS എന്നിവരെ കണ്ട് ബഹുമാനിച്ചിരുന്ന സ്ഥാനത്ത് സഖാവ് പിണറായി വന്നപ്പോൾ ധാർഷ്ട്യവും കോപാകുലതയും കണ്ടു തുടങ്ങിയ വെറുപ്പ് സർക്കാർ അവസാന കാലത്ത് പാരമ്യത്തിലെത്തി. അതുകൊണ്ട് തന്നെ നല്ല കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇങ്ങനെയുള്ള സ്വഭാവ വൈകൃതങ്ങൾക്കെതിരെയും വെറുപ്പിനെതിരെയും തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് അതാണ്ട് പാർട്ടിയുടെ പരാജയം അന്വേഷിച്ച് വലിയ മെനക്കേടൊന്നും പോകേണ്ട സഖാവ് കാര്യമില്ല. തോൽപ്പിച്ചത് സഹികെട്ട പാർട്ടി സഖാക്കൾ തന്നെ. മറ്റ് നിർവാഹമില്ലാത്തതുകൊണ്ട് സഖാവ് പിണറായിയെ നമ്മുടെ സഖാക്കൾ ഒഴിവാക്കി, അത്ര തന്നെ. സാധാരണക്കാരനായ ബേബിയുടെ കൂടെ പഠിച്ച ഒരു പാവം സഖാവിന് വളരെ കൃത്യമായത് ബോധ്യമുണ്ടെങ്കിൽ പാർട്ടിക്ക് അത് ബോധ്യം വരാത്തത് എന്തുകൊണ്ടാണ്? സെബാസ്റ്റ്യൻ പോൾ, ഈ ചരിത്ര പരാജയത്തിൽ ചുക്കാൻ പിടിച്ച 2 നേതാക്കളുടെ പേര്, ഒന്ന് പിണറായി വിജയൻ, ഒന്ന് MV ഗോവിന്ദൻ, രണ്ടുപേരും അവിടെ തന്നെ തുടർന്നുകൊണ്ട് എന്ത് മാറ്റമാണ് ഈ പാർട്ടി ആലോചിക്കുന്നത്?
സെബാസ്റ്റ്യൻ പോൾ. അതേ സഖാവ് എം ബേബിയുടെ സതീർത്ഥ്യൻ ആ കത്തിലൂടെ ദീർഘമായ ആ കത്തിലൂടെ പ്രകടിപ്പിക്കുന്ന വികാരങ്ങൾ അത് കേരളത്തിലെ എല്ലാ പാർട്ടി സഖാക്കളുടെയും ഉള്ളിൽ ഉള്ള വികാരം തന്നെയാണ്. പക്ഷെ അവർക്കത് പ്രകടിപ്പിക്കാൻ അവസരം കിട്ടില്ല, അതിനുള്ള വേദി അവർക്കുണ്ടാവില്ല. ഇനി അഥവാ പ്രകടിപ്പിച്ചാൽ തന്നെ അത് പരിഗണിക്കപ്പെടില്ല, പരിശോധിക്കപ്പെടില്ല. ഇപ്പോൾ പലതരത്തിലുള്ള കമ്മിറ്റികളും ഇനിയിപ്പോൾ ഈ എന്താണ് എക്സ്റ്റൻഡഡ് ജില്ലാ കമ്മിറ്റിയൊക്കെ കൂടാൻ പോകുന്നുണ്ട്. പക്ഷെ ഒരിടത്തും എന്താണ് പ്രശ്നം എന്ന് എല്ലാവർക്കും അറിയാം. ആ പ്രശ്നത്തിന് കാരണക്കാരായവരെ അതേപടി നിലനിർത്തിക്കൊണ്ട് എന്ത് ചർച്ച നടത്തിയിട്ടും എന്ത് കാരണം കണ്ടെത്തിയിട്ടും ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ സുശക്തമാണ്. അത് അത്ര നിസ്സാരമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ കേരളത്തിലെ ഓരോ തിരഞ്ഞെടുപ്പിലും കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുമ്പോൾ ആ പരാജയത്തിൻ്റെ പിന്നിൽ സഖാക്കളുണ്ട്. അവർക്ക് പാർട്ടി ചിഹ്നം മാറി വോട്ട് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമുള്ള ആളുകളല്ല. ഞാൻ തന്നെ തൃക്കാക്കരയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ഈ പാർട്ടി സഖാക്കളുടെ വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടി ചിഹ്നം വേണമെന്ന് ചോദിച്ച് ആവശ്യപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഒരു ഫലവും ഉണ്ടായില്ല. കണക്കുകൾ അങ്ങനെയാണ് നമ്മെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അവസ്ഥയിൽ ഉത്തരവാദികളായവർ, ഞാനിപ്പോൾ പേരാവർത്തിക്കേണ്ട കാര്യങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞു, ഉത്തരവാദികളായവരെ അതേപടി നിലനിർത്തിക്കൊണ്ട് കാരണക്കാരെ കണ്ടുപിടിക്കാൻ പോയാൽ എവിടെയാണ് ആ കണ്ടെത്തൽ ചെന്ന് അവസാനിക്കുക? അങ്ങനെയൊരു അവസ്ഥയിലാണ് എം ബേബിയുടെ ആ കൂടെ പഠിച്ച ആ സതീർത്ഥ്യൻ്റെ ഈ കത്തിൽ പറയുന്ന വികാരം അത് കേരളത്തിലെ പാർട്ടി അനുഭവിക്കുന്ന ഒരു പൊതുവികാരമായി മാറുന്നത്. എം ബേബിയെക്കുറിച്ചൊക്കെ നമുക്ക് വലിയ പ്രതീക്ഷയുള്ള ഒരു കാലമുണ്ടായിരുന്നു. അദ്ദേഹം 12 വർഷം രാജ്യസഭ പദവി വഹിച്ചതിന് ശേഷം തിരിച്ച് കേരളത്തിലേക്ക് വന്നപ്പോൾ അന്ന് EMSൻ്റെ കാലമായിരുന്നു. അടുത്ത മുഖ്യമന്ത്രി ബേബിയായിരിക്കും എന്നുവരെ സഖാക്കൾ കരുതിയ കാലമായിരുന്നു. പക്ഷെ അതൊക്കെ എവിടെയാണ് ആ പ്രതീക്ഷകളൊക്കെ പോയി അസ്തമിച്ചത്? ഇവിടെ ഇപ്പോൾ ആരെയൊക്കെയോ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ വളരെ ഇടുങ്ങിയ നിഗൂഢമായ താല്പര്യങ്ങൾ, കുടുംബ താല്പര്യങ്ങളോ വ്യക്തി താല്പര്യങ്ങളോ ഒക്കെ ആവാം, അവ സംരക്ഷിക്കുന്നതിനുള്ള പരിശ്രമത്തിൽ പാർട്ടി ഇത്ര വലിയ പടുകുഴിയിൽ അകപ്പെട്ടിട്ടും അവിടെ നിന്ന് ആ പാർട്ടിയെ കരകയറ്റുന്നതിനുള്ള പോസിറ്റീവായ ശ്രമങ്ങളിൽ ഏർപ്പെടുന്നതിന് പകരം ഇപ്പോഴും പാർട്ടി എവിടെയൊക്കെയോ അലയുകയാണ് കാരണക്കാരെ കണ്ടെത്തുന്നതിന് വേണ്ടി. കാരണക്കാരെ മറച്ചു പിടിച്ചുകൊണ്ട് അവരെ പ്രതിരോധിച്ചുകൊണ്ട് ഉള്ള ഈ അന്വേഷണവും തെരയലും ഒക്കെ എവിടെയാണ് ഞാൻ അവസാനിക്കുക എന്ന് പറയാൻ കഴിയില്ല. ഓക്കെ, ഡോക്ടർ ജയരാജ്, ഇവിടെ ധാർഷ്ട്യം അല്ലെങ്കിൽ വിനയമില്ലായ്മ അല്ലെങ്കിൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാതെ വരിക, അല്ലെങ്കിൽ വീട്ടിൽ പോയി പറ എന്ന് പറയുക, ഡാഷ്മോൻ എന്ന് വിളിക്കുക, ഇതൊന്നും പറഞ്ഞുകൂടാ, ഇതൊന്നും ഒരു മനുഷ്യ ഒരു സഹജീവി സ്നേഹത്തിൽ ചേർന്നതല്ല എന്ന് ഏതെങ്കിലും പാർട്ടിയുടെ പ്രമാണമല്ല. അത് പൊതുപ്രമാണമാണ്. അത് മനസ്സിലാക്കാൻ കേന്ദ്ര കമ്മിറ്റി കൂടി തീരുമാനിക്കാൻ വേണ്ട. ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ പ്രതിപക്ഷത്തിന് സമരമായി തെരുവിൽ നിറയാൻ കഴിയാത്തതിന് കാരണം പോയ കാലത്ത് ആ പ്രതിപക്ഷം എടുത്ത അധികാരത്തിലേക്ക് അവരെടുത്ത തെറ്റായ ഇടതുവിരുദ്ധമായ രാഷ്ട്രീയ തീരുമാനങ്ങളാണ്. അതിൻ്റെ തുടർച്ചയിൽ തെറ്റായ തുടർച്ച ഉണ്ടാകുമ്പോൾ ചോദ്യം ചെയ്യാൻ കഴിയില്ല. അത് ദൗർബല്യമാണ്. അത് പരിഹരിക്കാൻ കൂട്ടായ ഒരു രാഷ്ട്രീയ സ്ട്രാറ്റജിയാണ് ഉണ്ടാവേണ്ടത്. അല്ലാതെ മാധ്യമങ്ങളുടെ അച്ചാരം പോലെ ക്ലീഷ അടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വൻ പരാജയം ഇനിയും കാത്തിരിപ്പുണ്ട്. വിജയരാജ്, മാധ്യമങ്ങളുടെ അച്ചാരം എന്നുള്ള ക്ലീഷയല്ല. മാധ്യമങ്ങളുടെ പങ്ക് കൃത്യമായിട്ട് വഹിച്ചു എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. മാധ്യമങ്ങളെ മുഴുവൻ പഴിചാരാനെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഞാൻ പറഞ്ഞതുമില്ല. അതിനെ മിസ്കോട്ട് ചെയ്യേണ്ടുന്ന കാര്യമില്ല. ഇതിനകത്ത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ ധാർഷ്ട്യം, ധിക്കാരം, അഹങ്കാരം, പിന്നെ കടക്ക് പുറത്ത്, ഇതൊക്കെ എത്ര വർഷത്തിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോഴും അത് റിപ്പീറ്റഡ്ലി അങ്ങനെ ഒരു നറേഷൻ ഉണ്ടാക്കിയെടുത്ത് മാധ്യമങ്ങൾ വളരെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്താണ് ഈ കേന്ദ്ര കമ്മിറ്റിയുടെ ആലോചന? അത് പണികളുടെ അഭിപ്രായം അങ്ങനെ വന്നിട്ടുണ്ടാവും. ഇന്നത്തെ പത്രസമ്മേളനം ഞാൻ കേട്ടില്ല. ഇന്ന് എനിക്ക് വർക്കുള്ള ദിവസമായിരുന്നു. ഇന്ന് എനിക്ക് കേൾക്കാനായിട്ട് സത്യം തന്നെയാണ്. എനിക്കത് കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ എന്തായാലും ഇന്നലത്തെ പത്രസമ്മേളനം ഞാൻ കേട്ടില്ല. ഇപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ അത്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്, അതിനകത്ത് തിരുത്തൽ പ്രക്രിയ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഒരാളുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഒരാളെ അങ്ങ് ക്രൂശിക്കുക എന്ന് പറയുന്നൊരു നിലപാടൊട്ടും ശരിയല്ല. എന്തെങ്കിലും പവർ കട്ടാണോ എന്തോ VD സതീശൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പവർ കട്ട് വരികയും ഓടുന്ന വണ്ടിയിൽ ഓടിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയും അവിടെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ജയരാജൻ അവിടെ കറണ്ട് പോയതാണോ എന്തോ, വീണ്ടും പവർ കട്ടിൻ്റെ കാലമാണല്ലോ.
ഞാൻ ശ്രീ അത് പരിഹരിക്കപ്പെടുമെന്ന് കരുതാണ്. ശ്രീ NV ബാലകൃഷ്ണൻ, ഇവിടെ CPI പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനത്തിന് കസേര ചോദിക്കുന്നുണ്ട്. അത് കേവലം ഒരു കസേരയ്ക്ക് വേണ്ടി ഇപ്പോൾ CPIക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കൊടുത്താൽ എന്ത്, കൊടുത്തില്ലെങ്കിൽ കേരളത്തെ അതെങ്ങനെ ബാധിക്കാൻ പോകുന്നു, അത് വേറെ കാര്യം. പക്ഷേ അത് കേവലം ഒരു കസേരയുടെ പ്രശ്നമാണോ? ഇപ്പോൾ CPIയുടെ ശബ്ദം അവിടെ ദുർബലമായി പോയി, ശരിയാണ്. പക്ഷേ അവർ PMശ്രീയിൽ അവർ എതിർപ്പുയർത്തിയവരാണ്. അവർ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ അവർ എതിർപ്പുയർത്തിയവരാണ്. അവർ മഞ്ചക്കണ്ടി ഈ പറയുന്ന മാവോയിസ്റ്റ് വെടിവെപ്പിൽ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് വന്നപ്പോൾ മനുഷ്യവിരുദ്ധമാണ് എന്ന നിലപാട് സ്വീകരിച്ചവരാണ്. അപ്പോൾ നിങ്ങൾ ഏകപക്ഷീയമായ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കനത്ത പരാജയം LDFനെ ബാധിച്ചു. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് പോവേണ്ടതില്ല എന്ന ഒരു പ്രത്യയശാസ്ത്ര നിലപാട് കൂടിയാവില്ലേ അത്, ആ പ്രതിപക്ഷ ഉപനേതാവ് പദവി ചോദിക്കൽ? NV ബാലകൃഷ്ണൻ. തീർച്ചയായും ഹാഷ്മി, അത് അങ്ങനെയാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അല്ലാതെ ഒരു പ്രതിപക്ഷ ഉപനേതാവ് പദവി എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമായിട്ടൊന്നും CPI കണക്കാക്കുന്നുണ്ടാവാൻ സാധ്യതയില്ല. കാരണം അതിൻ്റെ കാര്യവും ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ട പ്രശ്നം അതല്ല. നേരത്തെ പറഞ്ഞതുപോലെ CPI മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തെയൊക്കെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ മാത്രം ആ പ്രശ്നത്തെ കണ്ടതുകൊണ്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം CPI പോലും ഒരു പാർലമെൻ്ററി രാഷ്ട്രീയ പാർട്ടിയായി അതപ്പതിച്ചു പോകുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഉദാഹരണത്തിന് ഈ മഞ്ചിക്കണ്ടി പ്രശ്നമൊക്കെ പറഞ്ഞല്ലോ, വളരെ പ്രധാന പ്രകാശ് ബാബുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ആളുകൾ അവിടെ ചെന്നിട്ട് ഇത് അങ്ങേയറ്റത്തെ തോന്നിവാസമാണെന്നൊക്കെ ഒരു പറഞ്ഞു. പക്ഷേ ആ പറയുന്നതിനപ്പുറത്തോട്ട് ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ അവർക്ക് പറ്റിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്ഥിരമായി കീഴടങ്ങാനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരെ പുറത്തോട്ട് കൊണ്ടുവന്ന് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിച്ച് സ്ഥിരമായി പോവുകയും ചെയ്യുന്ന രോഗികളായ ആളുകളെയാണ് വെടിവെച്ച് കൊല്ലുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിട്ട് ലോകത്ത് മനുഷ്യത്വത്തിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും ഉള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് ചെയ്തതിനെതിരായി CPI സംസാരിച്ചു, അത്രത്തോളം നല്ലത്. പക്ഷേ അതിലെന്തെങ്കിലും അതിനടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ, രാഷ്ട്രീയം നിലനിർത്താൻ, ഈ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം നിലനിർത്താൻ എന്തെങ്കിലും ഒരു പ്രവർത്തനം CPIക്ക് ചെയ്യാൻ സാധിച്ചു ഞാൻ കരുതുന്നില്ല. ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളും കകത്തതാണ്. അതായത് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, അത് CPM ആയിരുന്നാലും ശരി CPI ആയിരുന്നാലും ശരി, പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് സമ്പൂർണ്ണമായി അധപ്പതിച്ചു പോവുകയും അത് പ്രതിദാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രാപ്തിയില്ലാതായി തീരുകയും ചെയ്തതിൻ്റെ ദുരന്തമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരു സ്പെഷ്യൽ പ്ലീനം കൊണ്ടോ അല്ലെ അങ്ങനെ എങ്ങനെ പരിഹരിച്ച് പോകാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. പിന്നെ ജയരാജ് പറയുന്നത് പോലെ പിണറായി വിജയൻ പണ്ട് പറഞ്ഞൊരു കാര്യത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയല്ല. അത് ഇപ്പോഴും ചെയ്യുന്നത് തന്നെയാണ്. ഈ കാര്യത്തിലൊക്കെ തെറ്റുപറ്റിയെന്ന് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിട്ടുള്ള ഒരാൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞു ആളുകളുടെ പെരുമാറ്റം, ധിക്കാരം, അതൊക്കെ വളരെ മോശമാണ്, പാർട്ടിക്ക് വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് MA ബേബി വളരെ കൃത്യമായി പറഞ്ഞു. പക്ഷേ MA ബേബി അത് കൃത്യമായി പറഞ്ഞതിന് ശേഷവും ഈ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ മാധ്യമപ്രവർത്തകന്മാർ സ്വാഭാവികമായും ചെല്ലുമ്പോൾ അവരോട് എത്ര രൂക്ഷമായിട്ടാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റു പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഒരു പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരാൾ, അയാൾ ജനങ്ങളെ പ്രതികരിച്ചാണ് നിൽക്കുന്നത്, മാധ്യമപ്രവർത്തകന്മാർ ജനങ്ങളെ പ്രതികരിച്ചാണ് ചോദിക്കുന്നത്, അതനുസരിച്ച് ഒരു പെരുമാറ്റം എൻ്റെ ഭാഗത്തല്ലെങ്കിൽ അത് ജനങ്ങളെ ആട്ടി അകറ്റുന്നതിന് തുല്യമാണ് എന്ന് CPMന് നേതൃത്വത്തിന് തിരിച്ചറിഞ്ഞിട്ടും തൻ്റെ ഒരു നിലപാടിൽ ഒരു മാറ്റം വരുത്താൻ പിണറായി വിജയന് കഴിയുന്നില്ല. നമ്മൾ അയാളെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയോണ്ട് കാര്യമില്ല. അത് ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അപ്പോഴും എന്താണ് പിണറായി വിജയനെ മാറ്റാൻ, പിണറായി വിജയൻ അല്ല അവിടെ ഇരിക്കേണ്ടത്. പകരം ഈ കാര്യം നിയമസഭയ്ക്കകത്താണ് KN ബാലഗോപാൽ പറയുന്നത്, LOP ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുമെന്ന് പരസ്യമായി വികാരം പ്രകടിപ്പിക്കേണ്ട അവസ്ഥയിൽ നിൽക്കുവാണ്. പക്ഷെ അപ്പോഴും ഈ രാഷ്ട്രീയ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക. അതായത് ഇന്നിപ്പോൾ കിട്ടാവുന്നതിൻ്റെ ഏറ്റവും വലിയ അധികാരം എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതൃപദവിയാണ്. അത് ചെറിയ ഇമ്മ്യൂണിറ്റിയൊക്കെ തരും എന്നതിൻ്റെ ഒരു പ്രതീക്ഷയിൽ അതിൽ അള്ളിപ്പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അവിടുന്ന് ഒരു രാഷ്ട്രീയമായി പിണറായി വിജയനെ മാറ്റാൻ കഴിയാത്ത ഒരവസ്ഥ വരുമ്പോഴാണ് CPMനകത്ത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ പയ്യന്നൂരിൻ്റെയും തളിപ്പറമ്പിൻ്റെയും കാര്യം പറഞ്ഞില്ലേ? പയ്യന്നൂരിൽ അവിടെ ഇയാളുടെ V കുഞ്ഞികൃഷ്ണൻ്റെ വിജയത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആളുകൾ ആരാണ് എന്ന് കണ്ടെത്തി അവർക്കെതിരായി നടപടി സ്വീകരിക്കുന്നതിന് M ചന്ദ്രനെയും ഹരീന്ദ്രനെയും അന്വേഷണ കമ്മീഷനായി CPM വെച്ചു. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവർ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഗോവിന്ദ മാഷ് തന്നെ ഇടപെട്ട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അന്വേഷണമൊക്കെ നടക്കട്ടെ, പക്ഷേ ഒരാളെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് കളയുന്ന രൂപത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചാൽ പയ്യന്നൂരിൽ വിശേഷിച്ച് ആളുണ്ടാവില്ല എന്നുള്ള അവസ്ഥയിലേക്ക് CPMനകത്ത് അവസ്ഥ സംജാതമായിട്ടുണ്ട്. ഇതൊരു തളിപ്പറമ്പിൽ ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പറേയും ഒരു ബ്രാഞ്ച് സെക്രട്ടറിയെയും എതിരായി നടപടിയെടുത്തു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന അവരുടെ പാർട്ടി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ്.
പണ്ടത്തെ കാലത്ത് ഇങ്ങനെ ഒരു നിലപാടിന് പറ്റുന്ന ഒരു നോട്ടീസ് പോലും അതെ അവരെ പാർട്ടിക്ക് പുറത്താക്കി നടപടി സ്വീകരിക്കും. ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നതാണെന്ന് ചോദിച്ചാൽ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി ആ 2 പേരിൽ നടപടി നിർത്തി, മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത്രയേറെ ശക്തമായ എതിർപ്പാണ് താഴെ ജനങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വരുന്നത്. ആ രൂപപ്പെട്ട് വരുന്നതിനെ എങ്ങനെ മറികടന്നു പോകാം എന്നതിനെക്കുറിച്ച് അവസാനത്തെ പിടിവള്ളി ഉപയോഗിച്ച് ഈ സംഘത്തിന് അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ എന്ത് മാർഗം എന്ന് അന്വേഷിച്ചു കൊടുക്കുന്നതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ CPM-നകത്ത് സംഭവിക്കും എന്ന് തലയ്ക്കകത്തുള്ള ആൾപ്പാർപ്പുള്ള ഒരു മനുഷ്യനും ചിന്തിക്കാൻ പറ്റില്ല. കാരണം അതാണ് ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട അതിനൊരു അവസ്ഥ. ഇത് നമ്മൾ തിരിച്ചറിയാതിരുന്നിട്ട് കാര്യമില്ല. ഇനി പിണറായി വിജയനെ മാറ്റി അദ്ദേഹത്തിന് നല്ല ആളുകളോട് നന്നായി പെരുമാറാൻ പറ്റുന്ന ധിക്കാരവും അഹന്തയോ ഒന്നും ഇല്ലാതെ കാര്യങ്ങൾ നിൽക്കുന്ന ഒരു നിലപാടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹം സ്വീകരിച്ച ഓരോ നിലപാടും അങ്ങനെയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ ഈ പറയുന്ന തുരങ്കപാതയെക്കുറിച്ചൊക്കെ പറഞ്ഞത്. ഒരു ഇടതുപക്ഷ ഗവൺമെന്റിന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലെന്ന് ഇത് പറഞ്ഞത്. ഒരിക്കൽ പരിസ്ഥിതി പ്രവർത്തകരെ കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞു വെച്ചാൽ ഈ പരിസ്ഥിതി പ്രവർത്തകന്മാർക്കായ ഗുണ്ടാ ആക്ട് വെച്ചിട്ട് അവരെ ജയിലിലാക്കും എന്ന് ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പരിസ്ഥിതി പ്രശ്നമാണ്. ക്ലാസ് പ്രശ്നത്തിനേക്കാൾ വർഗ പ്രശ്നത്തിനേക്കാൾ പരിസ്ഥിതി പ്രശ്നമാണ് ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമികളായി അവർ RSSകാരായി ചാപ്പകളുടെ പെരുമഴ, വികസന വിരുദ്ധ വിദ്രോഹ സഖ്യം, തെക്ക് വടക്ക് വിവരദോഷികൾ, എന്തൊക്കെ കേട്ടു ആ പരിസ്ഥിതി പ്രവർത്തകർ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ജയരാജ്, താങ്കൾ പറഞ്ഞുകൊണ്ടിരുമ്പോൾ കറണ്ട് പോയതാണോ എന്ന് അറിഞ്ഞൂടാ, എന്തോ സംഭവിച്ചു. നേരത്തെ മുഖ്യമന്ത്രി അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വേദിയിൽ കറണ്ട് പോവുകയും മുഖ്യമന്ത്രി സംസാരം നിർത്തുകയും കറണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയൊക്കെ അവിടെ കറണ്ട് ഒന്നും അറിയില്ല. ശ്രീ ജയരാജ് ഇവിടെ എന്താണ് ഇപ്പം അഹമ്മദ് ദേവർകോവിൽ പറയുന്നുണ്ട്, CPI വിമർശിക്കുന്നുണ്ട്. ദേവർകോവിലിൻ്റെ പാർട്ടിക്ക് അതിനകത്ത് സഭയിൽ ആരുമില്ല. ആകെ CPM കഴിഞ്ഞാൽ പിന്നെ RJD എത്ര പാർട്ടിയുള്ള ഒരു മുന്നണി എന്താണ് രാഷ്ട്രീയ ഫ്രണ്ടാണ് LDF, RJD ആണ് പിന്നെ ബാക്കിയുള്ളത്. CPI ചോദിക്കുന്നു പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഞങ്ങൾക്ക് വേണം. അത് കേവലമായ ചോദ്യമല്ല. കാരണം എന്താണ്? PMC അടക്കം നിങ്ങളെടുത്ത പിഴച്ച തീരുമാനങ്ങൾ നമ്മളെ തോപ്പിച്ചു. അതുകൊണ്ട് പ്രതിപക്ഷത്ത് ഞങ്ങൾക്ക് സേ ഉണ്ടാവണം, നിങ്ങൾ ഒറ്റയ്ക്കത് കൈകാര്യം ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് അടഞ്ഞ അധ്യായം എന്ന് പറയാനുള്ള ധാർഷ്ട്യം ഇപ്പോഴും എന്തുകൊണ്ടാണ്? ഡോക്ടർ B. ജയരാജ്, അധികാരം കഴിഞ്ഞു, ചരിത്രത്തിലെ വലിയ പരാജയം നേരിട്ടു, ശുഷ്കമായ പ്രതിപക്ഷമാണ്. ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ CPI ആയിട്ടുള്ള വിഷയമാണ്. ഇതിനകത്ത് 1925 കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുകയും അതിനുശേഷം 64 ഇത് 2 പാർട്ടികളായിട്ട് മാറുകയും ചെയ്തതിനു ശേഷം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് വീണ്ടും ഭട്ടിണ്ട കോൺഗ്രസ്സുമായിട്ടുള്ള ബന്ധം ഏർപ്പെടുത്തിയിട്ട് അച്യുതമേനോൻ മുഖ്യമന്ത്രി ആവുന്നതും പിന്നീട് PKB രാജിവെക്കുന്നതും അതിനെ തുടർന്നുണ്ടായ മാറ്റങ്ങളും പിന്നീട് മുന്നണി സംവിധാനത്തിലേക്ക് CPI വരുന്നത്. CPIയുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ്റെ കാര്യം പറയും. ഇന്ത്യയിൽ എന്തെങ്കിലും സാങ്കേതിക അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ പാക് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുമെന്നും പാകിസ്ഥാനിൽ എന്തെങ്കിലും ആഭ്യന്തര കുഴപ്പങ്ങളുണ്ടാകുമ്പോൾ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുമെന്നും പൊളിറ്റിക്കൽ അനലിസ്റ്റുകൾ, ഇൻ്റർനാഷണൽ റിലേഷൻസ് പഠിക്കുന്ന അധ്യാപകരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ CPIക്കകത്ത് ഓരോ ജില്ലാ കമ്മിറ്റിയിലും പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ 2 സ്ഥാനാർത്ഥി നിർണ്ണയമായിട്ട് ബന്ധപ്പെട്ട് ജില്ലാ കമ്മിറ്റി വെച്ച സ്ഥാനാർത്ഥികളെ അല്ല മേളിൽ നിന്ന് കെട്ടിയിറക്കിയ 2 സ്ഥാനാർത്ഥികൾ, അവർ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നിയോഗിച്ച 2 സ്ഥാനാർത്ഥികൾ, അങ്ങനെ ഓരോ ജില്ലയിലും പ്രശ്നമാണ്. അപ്പോൾ ബിനോയ് വിശ്വത്തിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു മാധ്യമ ലാളന വേണം. മാധ്യമ ലാളന വേണമെങ്കിൽ ഏറ്റവും എളുപ്പമാർഗ്ഗം എന്താണ്? CPI ചീത്ത വിളിക്കുക, അതിനകത്തുള്ള ഈ വലത് കമ്മ്യൂണിസ്റ്റുകളെല്ലാം ഒന്ന് സൂചിപ്പിച്ച് നിർത്തുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യം തൊട്ടേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ടേ PMC വിവാദം ഉണ്ടാക്കിയിടം തൊട്ടേ, അതായത് SSK ഫണ്ട് മേടിക്കാൻ വേണ്ടിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിലും അന്ന് തൊട്ടേ CPI ആണ് ഇതിനകത്ത് അതുകൊണ്ട് പേരിനെങ്കിലും വീഡിയോയുടെ തീരുമാനത്തിനെതിരെ പറയാൻ പറ്റുന്നു. പറയുകയാണെങ്കിൽ അതിനെ ജയരാജ്, ബിനോയ് വിശ്വം ആ നിലപാട് സ്വീകരിച്ചത് കാരണം പേരിനെങ്കിലും വളരെ പരിങ്ങിയാണെങ്കിൽ കൂടിയും വളരെ ഞെരുങ്ങിയാണെങ്കിൽ കൂടി വീഡിയോയുടെ തീരുമാനത്തിനെതിരെ പറയാൻ പറ്റുന്നു. അതുമായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിലോ? രണ്ടാമത്തെ കാര്യം ഞാനൊന്നുകൂടെ പറയാം. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന, അതായത് ഒരു പഞ്ചായത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ 10 വോട്ട് പോലും കിട്ടാത്ത ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണെന്നുണ്ടെങ്കിൽ CPIക്കാരുടെ വോട്ട് കഴിച്ചിട്ടാണ് CPMൻ്റെ വോട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് എണ്ണുന്നതെന്നുള്ള കാര്യം ആഷ്മി അറിയാവും. ഞാൻ പറയുന്ന കോളേജുകളിൽ സംഘികൾ, അതായത് ABVPക്കാരും ASFകാരും KSCക്കാരും ഒരു മുന്നണിയായിട്ട് മത്സരിക്കുകയായിരുന്നു എത്രയോ കാലങ്ങളായിട്ട്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോളേജിലെ അധ്യാപക യൂണിയനും പോലും തെരഞ്ഞെടുപ്പ് അടക്കം ഒരു കൗൺസിൽ യോഗത്തിലെ തെരഞ്ഞെടുപ്പ് അടക്കം പോലും സംഘികളും ഒരുമിച്ച് നിന്നാണ് മത്സരിക്കുന്നത്. കോളേജ് വിദ്യാർത്ഥികൾ നമ്മുടെ മാനസിക കോളേജ് യൂണിയൻ മാത്രമല്ല മുന്നോട്ട് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുകയാണ്. നിങ്ങൾ പറഞ്ഞ PM3, നിങ്ങൾ പറഞ്ഞ വിഴിഞ്ഞം, നിങ്ങൾ പറഞ്ഞ മദ്യവിരുദ്ധം, ഇതൊക്കെ ഞങ്ങൾ എതിർപ്പെന്ന് പറഞ്ഞവരാണ്. അന്ന് ഞങ്ങളുടെ വാക്കിന് നിങ്ങൾ പുല്ലുവില തന്നവരാണ്. അത് നമ്മളെ പരാജയപ്പെടുത്തി. വെള്ളാപ്പള്ളി അടക്കമുള്ള വിഷയം ഞങ്ങൾ പറഞ്ഞവരാണ്. അന്ന് ഞങ്ങളെ നിങ്ങൾ
അന്ന് വല്യേട്ടനായി നിങ്ങൾ പുല്ലുവില തന്നു, അത് നമ്മളെ അടപടലം പരാജയപ്പെടുത്തി, നമ്മളിപ്പോൾ ഒരു മുന്നണിയാണ്, പ്രതിപക്ഷത്താണ്, നിങ്ങൾ ഇനി തരിച്ച് പിന്നെയും ഈ പ്രതിപക്ഷത്തെ നശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന പൊളിറ്റിക്കൽ നിലപാടാണ്. അതിന് കോളേജ് യൂണിയൻ കേട്ടാവോ? അത് കോളേജ് യൂണിയൻ്റെ കാര്യമല്ല, അധ്യാപക യൂണിയൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. അധ്യാപക യൂണിയനിലെ ഒരു കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ പോലും അങ്ങനെയാണ് നടക്കുന്നത്. എവിടെയെല്ലാം CPM-നെ അടിക്കാനായിട്ടുള്ള വടി കിട്ടിയിട്ടുണ്ടോ അവിടെയെല്ലാം പരമാവധി ഉപദ്രവിക്കുകയും ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയും ചെയ്യുന്ന സമീപനമാണ് CPI അന്ന് തൊട്ട് ഇന്ന് വരെ തുടർന്ന് വന്നിട്ടുള്ളത്. പിന്നെ മുന്നണി മര്യാദയുടെ പേരിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊന്നും, അതായത് ഇവർ തമ്മിൽ ഐഡിയോളജിക്കൽ റിഫ്റ്റ് ഒന്നുമില്ല, മുന്നണിക്കകത്തെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് പുറത്ത് പറയാത്തത്. ഞാനിപ്പോൾ ഈ ചർച്ചയിൽ അത് തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതാണ് വാസ്തവം. കാര്യം ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ 10 വോട്ട് പോലും ഒരു പഞ്ചായത്തിൽ പോലും ഒരു CPIക്ക് കിട്ടില്ല. ആ സ്ഥലത്ത് CPM-ന്റെ പിന്തുണയോടുകൂടിയാണ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം CPI കയറി വരുന്നത്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഈ പണി കാണിക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് ഭരിച്ചതിന്റെ ആ ഒരു രാപ്പനി ഉണ്ടല്ലോ, ആ രാപ്പനി ഇപ്പോഴും വിട്ടുമാറി അവർ അത്തരത്തിലൊരു ഇനി ബിനോയ് വിശ്വം എത്ര പറഞ്ഞാലും. പക്ഷേ അത് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ബിനോയ് വിശ്വം അതിനുവേണ്ടി ആഞ്ഞു പിടിക്കുന്നത് എന്ന കാര്യം മാത്രം പ്രതിപക്ഷം കൊടുക്കാൻ പോകുന്നില്ല. ജയരാജ്, എത്ര ബിനോയ് വിശ്വം പറഞ്ഞു? ബിനോയ് വിശ്വത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിയിലുള്ള അന്തഛിദ്രങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, CPM-നെ ചീത്ത വിളിക്കുക. ആ ഒരു മാർഗ്ഗം, ആ ഒരു ഈസി വേ ഔട്ടാണ്. ആ ഒരു ഈസി വേ ഔട്ടിന് വേണ്ടിയിട്ടാണ് ബിനോയ് വിശ്വം നിരന്തരമായിട്ട് ഇപ്പൊ ഇതുവരെ ആവശ്യപ്പെടാത്ത. താങ്കൾ ഈ പറയുന്ന വാദം അധികാരത്തിന്റെ പ്രതാപത്തിലിരിക്കുമ്പോൾ പറയാൻ അർഹതയുണ്ട്, പ്രിവിലേജ് ഉണ്ട്. പക്ഷെ അധികാരം നഷ്ടപ്പെട്ട് ദുർബലമായി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ, ഏതെങ്കിലും തരത്തിലൊരു സമരത്തിന് പോലും കരുത്തില്ലാതിരിക്കുമ്പോൾ പറയാനുള്ള പ്രിവിലേജ് നിങ്ങൾക്കില്ല. ഷെന്യു ഭാഷ താങ്കൾ കൈമുക്കിയിരുന്നു. ഒറ്റ മിനിറ്റ് കൊണ്ട് പറയാമോ? നമ്മുടെ സമയം കഴിയാണ്. ഒറ്റ മിനിറ്റോട് പറയാം. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ജയരാജൻ സാഹു ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ MM മണി തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെ കുറിച്ച് വിലയിരുത്തി എല്ലാം വാങ്ങി നക്കിയതിന് ശേഷം വോട്ട് തിരിച്ചു ചെയ്യുന്നു. ഏതാണ്ട് അതുപോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് എന്താണ് നടക്കുന്നത് മനസ്സിലാകാൻ ചെയ്തത്. അത് ഒറ്റ കാര്യം ഓർത്താൽ മതി. CPM-ന്റെ വോട്ടിംഗ് സ്ട്രെങ്ത്തിൽ കേരളത്തിൽ വന്നിട്ടുള്ള ഒരു കുറവ് മാത്രം പരിശോധിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ 63% വോട്ട് CPM-ന് കിട്ടിയ പയ്യന്നൂർ മണ്ഡലത്തിലാണ് അവിടെ വിമത സ്ഥാനാർത്ഥി ജയിക്കുന്നത്. എന്താണ് CPM-ൽ സംഭവിക്കുന്നത് എന്ന് യാഥാർത്ഥ്യബോധത്തോടെ ഇനിയെങ്കിലും അന്വേഷിക്കാൻ അങ്ങ് ശ്രമിക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. ഞാൻ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു. എന്തായാലും MA ബേബിയുടെ സ്കൂൾ കാല സതീർത്ഥൻ TR രമണൻ, തൃക്കരുവക്കാരൻ TR രമണൻ എഴുതിയ ആ കത്തിൻ്റെ ഒരു വാരിയോട് വായിക്കാം. പാർട്ടി പോളിറ്റ് ബ്യൂറോ തെരഞ്ഞെടുപ്പ് പരാജയം സഖാവ് പിണറായി ഏറ്റെടുത്തുകൊണ്ട് ആ സഖാവ് കഴിഞ്ഞ 10 വർഷം പെറ്റി ബൂർഷ്വാസിയെ ചെയ്ത കാര്യങ്ങൾ മഹത്വവൽക്കരിക്കുന്നത് എന്ന വളരെ വേദനയുണ്ടാക്കി. സഖാവ് പാർട്ടി ജനറൽ സെക്രട്ടറി ഇരിക്കുന്ന കാലത്താണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് എന്നെ ഈ പാർട്ടിയുടെ ബംഗാളിലെയും ത്രിപുരയിലെയും ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. ഈ 72-ാം വയസ്സിലും പാർട്ടിയുടെ ശിഥിലീകരണം കാണാനുള്ള മാനസിക നില എനിക്കില്ല സഖാവേ. MABക്ക് ഈ കത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കേന്ദ്ര കമ്മിറ്റിയെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റാണ്. അങ്ങത് വായിക്കണം. എൻകൗണ്ടർ പൂർണ്ണമാവുന്ന ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.